നട്ടെല്ല് നിവർത്തിയിരിക്കുക, മറ്റ് ചിന്തകൾ വിടുക, ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ജീവാത്മാ പരമാത്മാ യോജിപ്പിക്കുന്ന വിധത്തിൽ ചൂണ്ടാണി വിരലും പെരുവിരലും കൂട്ടിപ്പിടിക്കുക. ബാക്കി 3 വിരല് പ്രകൃതിയിലേക്ക്, കാൽമുട്ടുകളുടെ മുകളിൽ തന്നെ കൈ മലത്തി വേണം വയ്ക്കാൻ ചിന്മുദ്ര എന്ന് പറയുന്നത്. സാധാരണ ശ്വാസഗതി 5 പ്രാവശ്യം ശ്വാസം എടുത്ത് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് വിടാൻ ശ്രമിക്കുക. സാധാരണ പ്രഷറൊന്നും വേണ്ട, ഫോഴ്സൽ ബ്രീത്തിങ് ഒന്നും വേണ്ട. സാധാരണ പോലെ ശ്വാസം എടുക്കുക, അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ പുറത്തേക്ക് വിടുക. മനസ്സിലെണ്ണിയാൽ മതി. 5 പ്രാവശ്യം ശ്വാസം എടുക്കുക, സാവകാശം പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുക, സാവകാശം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാം. കൈകൾ തൊഴുതു പിടിക്കുക. കൈയിൻ്റെ 2ൻ്റെയും പെരുവിരല് വിശുദ്ധി ചക്രത്തെ, അതായത് തൊണ്ടക്കുഴിയിൽ തൊട്ട് നിൽക്കാൻ പാകത്തിന് തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. പ്രണവം ജപിക്കുമ്പോൾ ശ്വാസം എടുത്ത് വായിക്കട ശ്വാസം വിട്ടുകൊണ്ട് പ്രണവം തുടങ്ങുക. പകുതി ആവുമ്പം വായ അടയ്ക്കുക, പിന്നെ മൂളണം. ആ മൂളലിൽ ആണ് ബ്രെയിനിലേക്ക് അതിൻ്റെ വൈബ്രേഷൻ കയറുന്ന നമുക്കറിയാൻ പറ്റും. 3 എണ്ണം ഹൈ പിച്ചിലും 2 എണ്ണം ലോ പിച്ചിലും, അങ്ങനെയാണ് 5 പ്രണവം ജപിക്കേണ്ടത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ 2 പുറകോട്ടിട്ട, തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കാർപ്പണ്യദോഷോപഗത സ്വഭാവക വൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ഷാദിമാന്താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ 2-3 പ്രാവശ്യം കൂട്ടിത്തിരുമ്പോൾ, ഓരോ പ്രാവശ്യം കൂട്ടിത്തിരുമ്പോഴും ആ ചൂട് മുഖത്ത് കമഴ്ത്ത് വെച്ച് മുഖത്തിന് ചൂട് പകർന്നു നൽകുക. 3-ാമത്തെ പ്രാവശ്യമാണ് ശരീരം തലോടിക്കൊണ്ട് മുഖത്ത് കമഴ്ത്തി വെക്കുക. ആ ചൂട് നെറുകയിലും പിന്നെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും പതുക്കെ പതുക്കെ തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ തിരിച്ചു വരിക. പിന്നെ പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. സാധാരണ പോലെ
റിലാക്സ് ആയിട്ടിരിക്കുക. കൃത്യം 5 മിനിറ്റ് എടുത്തു. ഈ 5 മിനിറ്റെങ്കിലും എടുക്കണം ശരിക്കും. പ്രണവം ജപിക്കുന്നത് നിങ്ങൾ തന്നെ ചെയ്യുമ്പം എത്ര വേണേലും ജപിക്കാം. സായിബാബ ഉപദേശിച്ചിരുന്ന 21 പ്രണവം ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 11 ഹൈ പിച്ചിലും പിന്നെ 10 ലോ പിച്ചിലും, അങ്ങനെ 21 പ്രണവം ദിവസവും ജപിക്കുക. ഒരു 108 പ്രണവം ജപിച്ചാൽ അത്യുത്തമം. അത് 4 മാത്രയിൽ ശരിക്കും ജപിക്കുക എന്ന് വെച്ചാൽ 18 മിനിറ്റ് എടുക്കും 108 പ്രണവം 4 മാത്രയിൽ ജപിക്കാൻ. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും എടുത്ത് സ്വരം പേടകം തുറന്ന് ജപിക്കണം എന്നർത്ഥം. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 108 പ്രണവമൊക്കെ ജപിക്കും. എന്തായാലും എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇവിടെ ഇനി കർമ്മയോഗം തുടങ്ങുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രവൃത്തികൾ, കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല എന്നൊക്കെ ഈ അധ്യായത്തിലാണ് പറയുന്നത്. ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരം പ്രകൃതിയെ പോലെ തന്നെ ചലിച്ചുകൊണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് ആ കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം എന്താ? ആദ്യം ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതിലും ഈ 3 മാർഗമുണ്ട് കർമ്മയോഗം. ഒന്ന് സ്വയം ചെയ്യേണ്ടത് സ്വയം ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആ കർമ്മവും പൂർത്തീകരിക്കണം. 3ാമത്തെ മാർഗമാണ് കൂടി ചെയ്യേണ്ട കർമ്മം. ഈ 3 തരത്തിലാണ് നമുക്ക് കർമ്മയോഗം. കർമ്മത്തിൽ ശുദ്ധി വരുത്താൻ പാകത്തിന് കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കണം. ബാക്കി ഭൗതികമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ലോക നന്മയ്ക്കെന്ന് പറയുന്ന ഈ കണ്ടുപിടുത്തങ്ങളോ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റോ ബാക്കി ഭൗതികമായിട്ടുള്ള എന്തൊക്കെ കൃഷി, ഗൗരിഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവം എന്ന് പറയുന്നത് ബിസിനസ്സോ കൃഷിയോ വട്ടെവർ ഇറ്റ് ഈസ്, എന്തൊക്കെ പുതിയ പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുന്നുണ്ടോ ഇതൊക്കെ ശ്രേഷ്ഠം തന്നെ കർമ്മയോഗമാണ്. പക്ഷേ അതൊന്നും ഈശ്വരപ്രാപ്തിക്കുതകുന്ന കർമ്മയോഗമല്ല. ആത്മസാക്ഷാത്കാരം ഇച്ഛിക്കുന്നവർക്ക് അതിനെന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് ആ കർമ്മത്തിലൂടെ കർമ്മശുദ്ധി വരുത്തിയാൽ മാത്രമേ പരമശുദ്ധമായിരിക്കുന്ന പരമാത്മാവിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് ഗീത ഉപദേശിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭൗതിക പോഷണത്തിന് വേണ്ടിയിട്ടോ ഉള്ള കർമ്മയോഗമല്ല എന്ന് വിചാരിച്ചോളൂ. ഇതിനെയും ഈ കർമ്മയോഗത്തെയും ഭൗതിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും അങ്ങനെ ഉപയോഗിച്ചാലും ഈ ആസുരീ സമ്പത്തിൽ നിന്ന് മോചനം അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയാലും അതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ദുഃഖത്തിലേക്ക് പിന്നെയും പോകും. അപ്പൊ ഗീതാശാസ്ത്രം പോലും കർമ്മയോഗം ഭൗതിക കാര്യത്തിൽ ഉപയോഗിച്ചാൽ അത് ദുഃഖശോകമയപ്രദമായിട്ട് മാറും. ഇതിനെയാണ് ദുർവിനിയോഗം ചെയ്യാന്ന് പറയുന്നത്. ഈശ്വരീയ ശക്തിയെ ദുർവിനിയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഈശ്വരന്റെ ഉപദേശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ബ്രഹ്മഹത്യയായി ഭവിക്കും. അതിൻ്റെ ദോഷവും കൂടെ അനുഭവിക്കേണ്ടി വരും. നമുക്ക് എന്തിനും ഏത് രീതിയിൽ മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ടായി കുഴപ്പമായി. കാരണം എന്താ, ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒരാൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, അതേ കാര്യം തന്നെ മറ്റൊരാൾ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതാ കുഴപ്പം. തിന്മയ്ക്ക് ഉപയോഗിക്കുന്ന ആള് ഭൗതിക നേട്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും, പക്ഷേ അത് ശാശ്വതമായിരിക്കില്ല. എന്നാൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളോ അയാൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈശ്വരനിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ അനുഷ്ഠാന ക്രമം അനുസരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള കർമ്മവും അതിൽ നിന്നുള്ള ഫലം ഓൺ ദി സ്പോട്ടിൽ നമുക്ക് അനുഭവങ്ങളായിട്ട് വരും. അതാണ് ഈ എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ സാക്ഷിഭാവത്തിൽ അതിനെയൊക്കെ വീക്ഷിക്കണം, അതിനെ ഓവർകം ചെയ്യണം. ഒന്നും ഒരേപോലെ അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ധ്യാനത്തിൽ ദിവസവും പ്രാക്ടീസ് ചെയ്താലും ഒരു ദിവസം ധ്യാനം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം അതിൻ്റെ ഫീഡ്ബാക്ക്. ഓരോ ദിവസവും നമ്മുടെ ഭാവത്തിന് തന്നെ വ്യത്യാസമുണ്ടല്ലോ. ഒരു ദിവസം തന്നെയുണ്ട്, രാവിലെയുള്ള ഭാവം ആയിരിക്കില്ല വൈകുന്നേരം. അങ്ങനെ ഈ കാലത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാക്കുന്ന ഭാവമാറ്റങ്ങൾ അതേപോലെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ശരീര സംബന്ധമായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ സാക്ഷിഭാവത്തിൽ ഓവർകം ചെയ്യണം. അതിനോടൊന്നും മല്ലടിക്കാനോ
അല്ലെങ്കിൽ എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്വേഷിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ടതുപോലെ സംഭവിക്കും. അപ്പൊ സ്ഥിതപ്രജ്ഞത്വം പറഞ്ഞു, ജീവിതത്തിന്റെ അവസാന കാലത്തെങ്കിലും ബുദ്ധിയെ ഉറപ്പിക്കണം. ബുദ്ധിയെ ഉറപ്പിച്ചാലേ കർമ്മയോഗം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞത്. ഈ 18 ശ്ലോകങ്ങളും ഇത് മന്ത്രങ്ങളാണ്. ഇത് നിങ്ങൾ ദിവസവും അത് ചൊല്ലിപ്പഠിക്കണം, ശ്രദ്ധയോടെ. അത് കാണാതെ തന്നെ ചൊല്ലാൻ പഠിക്കണം. ബാക്കി ഇതിനൊന്നും ഞാൻ ഇത്ര നിഷ്ഠ വയ്ക്കാറില്ല. സ്ഥിതപ്രജ്ഞ തത്വം ശരിക്ക് പഠിക്കണം. ഇത് ശരിക്ക് പഠിച്ചാൽ നിങ്ങൾ സ്ഥിതപ്രജ്ഞനായിട്ട് മാറും. അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. അല്ലാതെ ബാക്കി ആരെയും ബോധിപ്പിക്കാനോ ഇതും കൊണ്ട് എന്താ ഫലം ഉണ്ടായെന്നോ എന്താ അനുഭവിക്കുന്നോ ഇതൊന്നും ആരെയും വിശ്വസിപ്പിക്കാനോ ബോധിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചേക്കരുത്. നിങ്ങൾക്ക് ബോധ്യം വരും. നിങ്ങൾ സ്ഥിതപ്രജ്ഞനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഒക്കെ കൃത്യമായിട്ട് പ്രകടമാണ്. പിന്നെ ആര് പറഞ്ഞാലും ഈ പറയുന്ന 5 കാര്യങ്ങളിൽ മാറ്റം വരുത്തരുത്. മാറ്റം വരുത്താതെ പ്രവർത്തിക്കാൻ സാധിക്കും. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധനം എടുത്താൽ അത് എടുത്ത് വയ്ക്കുന്നത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഭൗതികമായ കാര്യങ്ങളിൽ പോലും കൃത്യനിഷ്ഠ ഉണ്ടാകണം. പിന്നെ അവന് ഒരിക്കലും അത് തേടി ബുദ്ധിമുട്ടേണ്ടി വരില്ല. കൃത്യമായിട്ട് വച്ചാൽ അവനവൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവനവന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് സ്വയം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളെ ഏൽപ്പിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യം മറ്റൊരാളോട് ഇത് ഇന്ന സ്ഥലത്താണ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾ വയ്ക്കുന്ന പോലെ നിങ്ങൾ വയ്ക്കുന്ന സ്ഥാനത്ത് വച്ചു എന്നിരിക്കില്ല. അതുകൊണ്ട് അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം. ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് കർമ്മയോഗത്തിന്റെ ബേസിക് തിയറി. അത് നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാ. എന്നാൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുമോ? കുറേയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്നാലും ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരും. കാരണം നമ്മുടെ ശരീരത്തിലെ അംഗപ്രത്യംഗങ്ങളുടെ തന്നെ ആരും ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അതിനൊക്കെ ഓരോ അംഗങ്ങൾക്കും ഓരോ രോമകൂപത്തിന് പോലും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ശരീരത്തിന് കോമൺ ആയിട്ട് ചെയ്യേണ്ട അധികാരം ഉള്ളതുണ്ട്. ഹൃദയത്തിൻ്റെ ഇടിപ്പ്, ശ്വാസഗതി, ഇതൊക്കെ കോമണാണ്. ഇതില്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കില്ല. അപ്പം അതൊക്കെ അതിൻ്റേതായ ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ഞാനെന്നും എൻ്റെന്നും പറഞ്ഞ് നമ്മൾ കേമത്തം കാണിച്ച് നടക്കണത്. കണ്ണിൻ്റെ ധർമ്മം ചെവിക്ക് ചെയ്യാൻ സാധിക്കില്ല, ചെവിയുടെ ധർമ്മം നാക്കിന് ചെയ്യാൻ സാധിക്കില്ല, നാക്കിൻ്റെ ധർമ്മം മൂക്കിന് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ശരീരത്തിൽ തന്നെയുള്ള ഓരോ അംഗപ്രത്യങ്ങൾക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ഒരാൾ പാട്ട് പാടുന്ന കഴിവുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ കൊട്ടാനായിരിക്കും, മൂന്നാമതൊരാൾക്ക് ഡാൻസ് കളിക്കാനായിരിക്കും കഴിവ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്തോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് പൂർത്തീകരിക്കണം. ഇനി സ്വയം ചെയ്യാൻ പറ്റാത്തതും മറ്റൊരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്തതും കൂടി ചെയ്യേണ്ടത്. ഈ കൂടി ചെയ്യുന്ന കർമ്മത്തിലാണ് ശരിക്കും ഈശ്വര ശക്തി സാന്നിധ്യം അറിയാം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും അറിഞ്ഞോളുന്ന നിർബന്ധമൊന്നുമില്ല. രണ്ടാമതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും അതും കൃത്യമായിട്ട് നടക്കുകയും മൂന്നാമത്തെ കർമ്മത്തിലാണ് ശരിക്കും ഈശ്വരൻ്റെ സാന്നിധ്യം. കാരണം ആ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ ഒരേ അഭിപ്രായ സാമ്യതയോടുകൂടി ഒരു കാര്യം ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഭാവരാഗ ഒരു കീർത്തനം തന്നെ പാടുകയാണെങ്കിൽ എല്ലാവരുടെയും ഭാവവും രാഗവും താളവും ശ്രദ്ധയും ഒക്കെ ഒരേപോലെ വരണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ ആ സാന്നിധ്യമില്ലെങ്കിൽ സാധിക്കില്ല. ആ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ തക്കവണ്ണം ഭക്തിയുടെ ലെവലും ഈ കൂടെ കൂടുന്നവർക്ക് ഒരേപോലെ ആയിരിക്കണം. എങ്കിലേ അവിടെ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കടുക് വറുക്കുന്ന പോലെയാവും. കടുക് വറുത്തിടുമ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പൊട്ടുക. കുറച്ച് ചിലപ്പോൾ ഒന്നിച്ച് പൊട്ടിയെന്നിരിക്കും, കുറച്ച് എങ്ങനെയായാലും ഒരേപോലെ ആയിരിക്കില്ല. നാമം ജപിക്കാൻ ഇരുത്തിയാൽ പോലും അവിടെ ഭാവവും രാഗവും ശ്രുതിയൊന്നും ചേരാതെ വരുന്നർത്ഥം.
അപ്പൊ ഭക്തിയുടെ ലെവൽ ഒരേപോലെയാണ്. അവിടെയാണ് കുടുംബം തന്നെ ഒരൊറ്റയാൾ മാനേജ് ചെയ്യാൻ ഉണ്ടായിരുന്നു മതി. ദൈവീയ സമ്പത്തോടുകൂടി ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ ബാക്കിയൊക്കെ തന്നെ ആ കുടക്കീഴിലേക്ക് വന്നോളും തന്നെ. ഇതാണ് ഈശ്വരൻ്റെ ശക്തിയുടെ പ്രഭാവം. അതുകൊണ്ട് ഇനി കർമ്മയോഗം നമുക്ക് തുടങ്ങാം. മൂന്നാമത്തെ അധ്യായം കർമ്മയോഗമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭഗവാൻ സ്ഥിതപ്രജ്ഞനാകാൻ പറഞ്ഞു. അത് കേട്ടപ്പം അത് തന്നെ 3 കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒന്ന് ആത്മതത്വം പറഞ്ഞു, രണ്ടാമത്തത് കർമ്മതത്വം, കർമ്മകാണ്ഡത്തെ പറ്റി പറഞ്ഞു. ആ കർമ്മത്തിൽ പെർഫെക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ സ്ഥിതപ്രജ്ഞനാകണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വ്യാപരിക്കുന്ന ബുദ്ധിയിലൊക്കെ കർമ്മം ചെയ്താൽ എങ്ങും എത്തില്ല. ഒരു കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് പരസ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രേരണ കണ്ടിട്ട് വേദവൈദിക കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോയാലും അതും യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിന് പറ്റില്ല. അപ്പം അതിന് ഇവിടെയൊക്കെ ഗുണദോഷങ്ങളുണ്ട്. നമ്മൾ ഈശ്വരകാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്ന് പറഞ്ഞാൽ ഈ ഭക്തി മാർഗത്തിൽ തന്നെ ഓരോരുത്തരുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഗുണദോഷമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനാണ് ബുദ്ധിയെ, അവരവർക്ക് കിട്ടിയ ബുദ്ധിയെ ആദ്യം ഉറപ്പിക്കണം. അവരവർക്ക് കിട്ടിയ ബുദ്ധി ഉറച്ചാൽ ഒരാൾ തെറ്റായ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇടപെടലൊന്നും നടത്തുമൊന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് അത് തെറ്റിയത്, എവിടെയാണ് തെറ്റിയതെന്ന്, എന്താണ് ഗുണം എന്താണ് ദോഷം അതിലെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ദേവന്റെ പിറന്നാൾ മറന്നുപോയാൽ പിന്നെ ബാക്കിയുള്ളവരുടെ നമ്മുടെ പിറന്നാളും ചിലപ്പോൾ മറന്നിട്ട് ആഘോഷിക്കും. ചിലരുടെ ശ്രാദ്ധം ഡേറ്റ് തെറ്റിയിട്ട് ആഘോഷിക്കും. ശ്രാദ്ധം ചെയ്യുന്നത് നാളെ തെറ്റിയിട്ടോ മാസം തെറ്റിയിട്ടോ ഒക്കെ ചെയ്യും ചിലപ്പോൾ. അപ്പൊ ഈ ഈശ്വരകാര്യങ്ങളിൽ പോലും ഗുണദോഷങ്ങളുണ്ടെന്നർത്ഥം. അപ്പൊ ദൈവാധീനം മറിഞ്ഞാലോ, ദൈവാധീനം മറിഞ്ഞായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ വിപരീത ആയിട്ട് കണ്ടുകൊണ്ട് വിപരീതമായിട്ട് ചെയ്യും. ധർമ്മത്തെ അധർമ്മമായി കാണും, അധർമ്മത്തെ ധർമ്മമായി കാണും. അവിടെയാണ് അന്നദാനം പോലും വിധിപ്രകാരം അല്ലാതെ ചെയ്യും. കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചാൽ അത് വേണ്ടവണ്ണം അല്ലാതെ വരും. മന്ത്രഹീനം അദക്ഷിണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാ വിരഹിതം യജ്ഞം താമസം പരിചക്ഷത. ഒന്നിലും ശ്രദ്ധ ഉണ്ടാവില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതേ ഉള്ളൂ. ആർക്കും പ്രയോജനമില്ലാതെ, ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്താലും യുഗത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കർമ്മയോഗം, ഭഗവാൻ കർമ്മയോഗത്തെയും ജ്ഞാനമാർഗത്തെയും ഒരേപോലെ പ്രകൃതിച്ചത് അർജുനന്റെ സംശയങ്ങൾ നീക്കാൻ പര്യാപ്തമായില്ല. എന്താണ് തള്ളേണ്ടത്, എന്താണ് കൊള്ളേണ്ടത് എന്ന് സംശയരഹിതമായി നിർണയിക്കുന്നതിന് സഹായിക്കുന്ന ഉപദേശം തേടുകയാണ് ഈ അധ്യായ ആരംഭത്തിൽ അർജുനൻ ചെയ്യുന്നത്. മാത്രമല്ല തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്തോ അത് മാത്രം നിശ്ചയിച്ച് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുന്നു. ഇതിനു മുമ്പും പറഞ്ഞു ശ്രേയസ് ശ്രേയസ് ശ്രേയസ്. ഗീതോപദേശം നടക്കുന്നതും ഗീത ചോദിക്കുന്നത്, ഗീതോപദേശം അർജുന തേടുന്നതും ശ്രേയോ മാർഗമാണ്. നമ്മൾ ഇന്ന് വരെ ജീവിതത്തിൽ ശ്രേയോ മാർഗം ഭക്തി മാർഗത്തിൽ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ്? ഇത് വാക്കതിരിച്ച് ശരിക്ക് മനസ്സിലാക്കണം. അർജുനോ വാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തൽക്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, സാധാരണ ജനങ്ങൾ പെടുന്ന കർമ്മബന്ധനത്തിൽ നിന്ന് അർത്ഥനം ചെയ്യിക്കുന്നവനെയാണ് ജനാർദ്ദനൻ എന്ന് പറയുന്നത്. ഈ സംസാര ജന്മ ബന്ധനത്തിൽ പെടുന്നതിൽ നിന്നും അർത്ഥനം ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക, അതിനെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ആളെയാണ് ജനാർദ്ദനൻ എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ ഈ കർമ്മബന്ധനത്തിൽ പെടുന്ന വിധത്തിലേ കർമ്മയോഗം ചെയ്യും. എത്ര പറഞ്ഞാലും ഭക്തി ഉണ്ടെങ്കിൽ പോലും ആ ഭക്തി മാർഗം പോലും കർമ്മബന്ധനത്തിൽപ്പെടും, ഒന്നും പൂർത്തീകരിക്കില്ല. ആരംഭശൂരത്വം കൊണ്ട് പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കും, ഒന്നും നിവർത്തി മാർഗത്തിലായിരിക്കില്ല. അപ്പൊ കർമ്മബന്ധനം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ജായസീ ചേർക്കാൻ മനസ്സേ,
ജനാർദ്ദന കർമ്മണ ബുദ്ധി ജായസി തേ മതാചേത്. കർമ്മത്തെക്കാൾ ജ്ഞാനം അധികം ശ്രേഷ്ഠമെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഹേ കേശവ, തൽ ഘോരേ കർമ്മണി, ആ ഘോരമായ കർമ്മം കിം മാ നിയോജയസി, എന്തിനാണ് എന്നെ നിയോഗിക്കുന്നത്? അല്ലയോ ജനാർദ്ദന, കർമ്മത്തെക്കാൾ അധികം ശ്രേഷ്ഠം ജ്ഞാനമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഈ ഘോരമായ കർമ്മത്തിൽ ഹേ കേശവ എന്തിനാണ് എന്നെ നിയോഗിക്കുന്നത്? ഗുരുക്കന്മാരോടും പിതാമഹന്മാരോടും ബന്ധുജനങ്ങളോടുമുള്ള യുദ്ധത്തെയാണ് ഘോരകർമ്മം എന്ന് അർജുനൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം കർമ്മത്തെക്കാൾ ശേഷം ജ്ഞാനമാണെന്ന് ഭഗവാൻ പറഞ്ഞു. കർമ്മത്തെക്കാൾ അധികം ശ്രേഷ്ഠം ജ്ഞാനമാണെന്ന് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ എന്തിനാണ് എന്നെ കൊണ്ട് ഈ ഘോരമായ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഈ ബന്ധുജനങ്ങളെയൊക്കെ കൊല്ലാൻ പറയുന്നത് എന്തിനാണെന്നർത്ഥം. ഗുരുക്കന്മാരോടും പിതാമഹന്മാരോടും ബന്ധുജനങ്ങളോടും യുദ്ധത്തെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ അവരോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനാണ് ഘോരകർമ്മം എന്ന് ഉദ്ദേശിച്ചത് എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല അർജുനൻ വീണ്ടും ഒന്നോടെ ചോദിച്ചു, വ്യാമിശ്രേണവാക്യേന ബുദ്ധിൻ മോഹയസീവമേ തദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാഗ്നയം. വ്യാമിശ്രേണ ഇവ വാക്യേന മേം ബുദ്ധിം മോഹയസി ഇവ, കുഴഞ്ഞു മറിഞ്ഞതുപോലെയുള്ള വാക്യങ്ങൾ കൊണ്ട് എൻ്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ഏന അഹ ശ്രേയ ആപ്നൂയാം, യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസിനെ പ്രാപിക്കുമോ? തദ് ഏകം നിശ്ചിത്യ വധ, അതിനാൽ അതിനെ മാത്രം നിശ്ചയിച്ച് പറഞ്ഞു തന്നാൽ. കുഴഞ്ഞു മറിഞ്ഞതുപോലെയുള്ള വാക്യം കൊണ്ട് അങ്ങ് എൻ്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ തോന്നിപ്പോകുന്നു. എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് നിശ്ചയിച്ച് അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാലും. ഈ കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണെന്ന് പറയാൻ എന്താ കാരണം? യഥാർത്ഥ ജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ കർമ്മ ബന്ധനമില്ലാത്ത വിധത്തിൽ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം, ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ജ്ഞാന കർമ്മ സന്യാസയോഗ വരണം. അപ്പം ഏത് കാര്യം ചെയ്യണതിനും ആ കർമ്മം ചെയ്യാനുള്ള ജ്ഞാനം, അറിവുണ്ടായിരിക്കണം. അപ്പൊ കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണെന്ന് പറയാൻ എന്താ കാരണം? അതും വെറുതെ ജ്ഞാനമല്ല, ആത്മജ്ഞാനം വേണം. അതിനാണ് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിക്കാൻ പറഞ്ഞത്. ഈ ബുദ്ധി ഉറപ്പിച്ചാൽ മാത്രമേ ആത്മശക്തി ഉണരൂ. ആത്മശക്തി ഉണർന്നാൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ പ്രൊവിഷൻ കർമ്മം എന്താണെന്ന് മനസ്സിലാകൂ. അത് തന്നെ ഒരു അറിവല്ലേ. ഇപ്പൊ ഒരു പയർ വിത്തിട്ടാൽ എന്തുകൊണ്ടാ കുമ്പളം മുളയ്ക്കാത്തത്? മത്തൻ ഇട്ടാൽ എന്തുകൊണ്ടാ കുമ്പളം മുളയ്ക്കാത്തത്? കടുകിട്ടാ ജീരകം ഉണ്ടാവുമോ? എന്താ കാരണം? അപ്പം ഓരോന്നിനും അതിൻ്റെതായ കർമ്മം ചെയ്യാനുള്ള അറിവ് ഈ പ്രകൃതി വസ്തുക്കളിലെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മദർ ബോർഡാണ് ശരിക്കും ആത്മാവ്, ജീവാത്മാവായിട്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ പ്രൊവിഷൻസ്, നമ്മുടെ അറിവ്, നമ്മൾ ഏത് തരത്തിൽ കർമ്മം ചെയ്താലാണ് ശ്രേയസ്കരമാകുക എന്ന് അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ലിഖിതമാണ്. ഇതാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. ആ തലയിലെഴുത്ത് അനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല ആർക്കും. അപ്പൊ അതുകൊണ്ടാണ് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണെന്ന് ഭഗവാൻ പറയാൻ കാരണം. അപ്പം അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് അർജുനൻ മനസ്സിലാക്കി. അതുകൊണ്ട് ജ്ഞാനത്തെക്കാൾ ശേഷം കർമ്മത്തെക്കാൾ ശേഷം ജ്ഞാനമാണെന്ന് പറഞ്ഞു. ജ്ഞാനത്തോടു കൂടിയുള്ള കർമ്മം കൊണ്ടേ
കർമ്മശുദ്ധി വരുത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലുമൊക്കെ ആരംഭശൂരത്വം കാണിക്കും, പഴയത് ബാക്കി കിടക്കുകയും ചെയ്യും. കർമ്മവാസനയും ജന്മവാസനയും ഉണ്ടാക്കി വച്ചിട്ടുള്ള കർമ്മങ്ങൾ അത് പൂർത്തീകരിച്ച് അതിൽ വിരക്തി ഉണ്ടാക്കാത്തിടത്തോളം കാലം അത് ഏത് സമയത്തും തലപൊക്കാം. ചിലപ്പോൾ ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ തലപൊക്കും. തലപൊക്കാ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കും. ഇപ്പൊ തൽക്കാലം അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം യഥാർത്ഥ അറിവ് ലഭിക്കണമെങ്കിൽ എങ്ങനെ വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ്, അതും ആത്മജ്ഞാനമാണ് എന്നർത്ഥം. ആത്മജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഘോരമായ കർമ്മമൊക്കെ ആരെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പോയി ചെയ്യും. ഇതാ കുഴപ്പം. തോന്നിയോണം പ്രവർത്തിക്കുന്ന അർത്ഥം. അതൊക്കെ കർമ്മബന്ധനായിട്ട് തീരും. അറിയേണ്ട കാര്യം അറിയേണ്ട പോലെ അറിയാതെ പ്രവർത്തിച്ചാൽ അത് കർമ്മബന്ധനത്തിന് കാരണമായി ഭവിക്കും. നമ്മൾ വിചാരിക്കുന്ന ശ്രേഷ്ഠമായ കർമ്മം പോലും ചിലപ്പം കർമ്മബന്ധനത്തിലാവും. ഇപ്പൊ ഈ കർമ്മങ്ങള് കുഴഞ്ഞു മറിഞ്ഞ പോലെ വരും. കുഴഞ്ഞു മറിയുന്ന ആരാന്നറിയാം? എങ്ങനെയാ കുഴഞ്ഞു മറിക്കുക? ഒരേ കാര്യത്തിൽ പല അഭിപ്രായം പറഞ്ഞാൽ കർമ്മം കുഴഞ്ഞു മറിയും. ഇവിടെ അർജുനന് തോന്നുകയാണ് ഭഗവാൻ പറഞ്ഞത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. കർമ്മതത്വം, ആത്മതത്വം, പിന്നെ സ്ഥിതപ്രജ്ഞത്വം. സ്ഥിതപ്രജ്ഞം കിട്ടിയാൽ എന്താ പറഞ്ഞാൽ ജ്ഞാനിയായിട്ട് മാറുവാൻ. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രാപ്തിക്ക് ഉതകുന്ന പക്വത വരിക എന്നർത്ഥം. അപ്പോൾ അവൻ ബ്രഹ്മജ്ഞാനിയായിട്ട് മാറും, ആത്മനിഷ്ഠനായിട്ട് മാറും. അപ്പം ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ അവന് ജ്ഞാനിയായിട്ട് മാറും. ജ്ഞാനിയൊക്കെ സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കും. അതായത് യഥാർത്ഥ ആത്മജ്ഞാനം ലഭിച്ചാൽ മാത്രമേ അവന് സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കൂ. അത് ഓർത്തിരുന്നോളണം. ആ സ്ഥിതപ്രജ്ഞനായാൽ മാത്രമേ കർമ്മശുദ്ധി വരുത്താൻ പാകത്തിന് കർമ്മയോഗം അനുഷ്ഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാധാരണ ഭൗതിക നിലയിലുള്ള ഒരു മനുഷ്യന് ഇത് ആകെ, ഒന്നാമത് ആത്മതത്വം പെട്ടെന്ന് മനസ്സിലാകില്ല. എത്ര പറഞ്ഞാലും കാര്യമില്ല. പറയുന്നവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ആശ്ചര്യവത് പശ്ചിതകശ്ചിതേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യാശ്ചര്യവച്ചൈനം അന്യശൃണോതി സുത്വാപേനം വേദന ചൈവകശ്ചിൽ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആത്മതത്വം, ആത്മാവ് എന്താണെന്നൊന്നും നമുക്ക് ഇപ്പം എത്ര ശ്രമിച്ചാലും നമ്മൾ ഈ തുടക്കക്കാർക്കൊന്നും മനസ്സിലാവില്ല. കാരണം അത് വ്യക്തം, അവ്യക്തോയും അചിന്യോയും അവികാര്യോയും അതൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ ആത്മതത്വത്തിലേക്ക് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രവേശിച്ച് നടക്കുക. നമുക്ക് വേണ്ടത് എന്താ? കർമ്മത്തിൽ പെർഫെക്ഷൻ വരുത്തുക, കർമ്മശുദ്ധി നേടുക. അപ്പോൾ ആത്മബോധമൊക്കെ തന്നെ തെളിഞ്ഞു വരും. ആത്മബോധമൊക്കെ തന്നെ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കും. ആത്മാവിനെ വിശ്വസിക്കേണ്ട കാര്യമല്ല, നമ്മൾ അനുഭവിച്ചറിയണം. അത് ആജ്ഞാചക്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഈ ആത്മതത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിച്ചാൽ കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞു, ഇത് പറയുന്നയാളും കേൾക്കുന്നയാളും 2 കൂട്ടരും സത്യം അറിയില്ല എന്ന് പറഞ്ഞു. അറിയാൻ പറ്റില്ല. കാരണം അതിന് നമ്മളെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനെ ഓൾ ബോഡി CT സ്കാൻ നടത്തിയാൽ നമുക്ക് ഓരോ രോമകൂമങ്ങളും കീറി മുറിച്ച് നമുക്ക് മാറ്റാനും ഇല്ലെങ്കിൽ ആ ശരീരത്തെ പറ്റി പഠിക്കാനൊക്കെ സാധിക്കും. പക്ഷെ ജീവതത്വം, ജീവാത്മാവ് എവിടെ ഇരിക്കുന്നു എന്നോ സ്കാൻ ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ അതില്ല എന്ന് പറയാൻ പറ്റില്ല ആർക്കും. ഇവിടെ ഹൈഡ്രോളിക് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട്, ഡോളർ ചെലവാക്കിയിട്ട് ഹൈഡ്രോളിക് സ്ഫോടനം നടത്തിയിട്ട് ദൈവത്തിൻ്റെ ശക്തിയെ സ്ഫോടനത്തിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്തായാലും അവര് ഇത്രയധികം ഹൈഡ്രോളിക് സ്ഫോടനമൊക്കെ നടത്തിയിട്ട് ഒരു വാക്ക് പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ദൈവീക കണം എന്നാ പറഞ്ഞത്. ദി സ്പോട്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ബിന്ദുവാണെന്ന് അവർക്ക് മനസ്സിലായിരിക്കണം. ഇത് തന്നെയാണല്ലോ ഭഗവാൻ ഈസയായിട്ട് ഉത്തരഗീതയെ പറഞ്ഞത്.
അത് ആദ്യം ബോധ്യം വരണം. നമ്മൾ ഈ അഡ്രസ് ബോർഡിനൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തിൽ ആജ്ഞാചക്രം ഉണ്ട്, ആജ്ഞാചക്രത്തിൽ മനസ്സുണ്ട്, മനസ്സില് ബിന്ദു രൂപത്തിലിരിക്കുന്നു പറഞ്ഞാൽ ഇതാണ് ദൈവീകണം, ഇതാണ് നമ്മുടെ ജീവാത്മാവ്, ഇത് തന്നെയാണ് പ്രപഞ്ച പ്രാണനായിട്ട് നിൽക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ നമുക്ക് ഈ ചർച്ച ചെയ്താലൊന്നും ബോധ്യം വരുന്ന കാര്യമല്ല. അതിനെ അനുഭവിച്ചറിയണം. അതുകൊണ്ട് ആത്മതത്വത്തെ കുറിച്ച് അവ്യക്തമായതിനെ പറ്റി നമ്മൾ ഗ്രഹിക്കാൻ കൂടുതൽ ശ്രമിച്ചാൽ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കും. ആ ഒരൊറ്റ കാര്യമാണ് അർജുനെ കൺഫ്യൂഷൻ ആക്കിയത്, വ്യാമിശ്രയണം വാക്യാനം. അപ്പൊ കർമ്മതത്വം നമുക്ക് ക്ലിയറാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം? അത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ജ്ഞാനത്തോടു കൂടി ചെയ്യണം. ജ്ഞാനത്തോടു കൂടി ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിക്കണം. ബുദ്ധി വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധി ഉറപ്പിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അതേ ശ്രേയസ്സാകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് കർമ്മയോഗം പ്രത്യേകമായിട്ട് പറയാൻ ഭഗവാൻ പ്രേരിതനായി അർജുനന്റെ ഈ കൺഫ്യൂഷൻ കാരണം. എന്തിനെങ്കിലും ഒരു കാരണം വേണമല്ലോ. കാരണം കർത്ത. അന്തം എന്ന് പറഞ്ഞാൽ എന്താ? വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ? വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ്. അന്തം എന്ന് പറഞ്ഞാലോ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേദാന്തായി. വേദത്തിന്റെ അന്തം അറിയേണ്ട സമയത്ത് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അത് വേദാന്തായി. അറിവിന്റെ എൻഡ് എവിടെയാ? ഈശ്വരീയ ജ്ഞാനത്തെയാണ് വേദാന്തം എന്ന് പറയുക. ഈശ്വരനെ ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചറിഞ്ഞാൽ അത് വേദാന്ത. വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാന്നൊന്നും നമുക്ക് അതൊക്കെ വിശ്വസിക്കാന്ന് പറയുന്നത് എന്താ? നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക. അന്ധമായിട്ട് വിശ്വാസം ഈശ്വരവാദി നിരീശ്വരവാദി അന്ധവിശ്വാസികളാന്ന് ഞാൻ പറയാം. അത് ബോധ്യം വന്നിട്ടല്ല. ബോധ്യം വന്ന ആൾക്ക് പിന്നെ സംശയമില്ലല്ലോ. പിന്നെ വിശ്വാസമല്ല, അനുഭവ. അവിടെയാണ് സ്ഥിതപ്രജ്ഞത്വം വരൂ. അവനെ ആത്മനിഷ്ഠനായിട്ടിരിക്കാൻ സാധിക്കും. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ശാസ്ത്രം പോലും നമ്മളെ പഠിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പം നമ്മൾ ചില ഈ ഭരണഘടനയൊക്കെ വായിച്ചാലും ഇല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വായിച്ചാലും ആർമി ഓർഡർ വായിച്ചാലും നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കും. പറയേണ്ട കാര്യം നേരിട്ട് പറഞ്ഞാൽ പോരെന്നാ ഞാൻ ചോദിക്കാം. അത് ഈ ലോ ആൻഡ് റെഗുലേഷൻസ് വായിച്ചാൽ ഒക്കെ കൺഫ്യൂഷൻ ആക്കും. അതുകൊണ്ടാണ് തർക്കിക്കേണ്ടി വരുന്നത്. ഈ വക്കീലന്മാരുടെ ആവശ്യം എന്തിനാ? നിയമം പഠിച്ചിരിക്കുന്ന ആൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് തർക്കിച്ച് അവസാനം ഈ ജഡ്ജിയെ പോലും കൺഫ്യൂഷനാക്കും. എന്നിട്ട് തീരുമാനം എടുക്കുമ്പോഴോ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തള്ളിക്കളയും. ചില കാര്യങ്ങൾക്കൊന്നും തെളിവ് അന്വേഷിച്ചാൽ കിട്ടില്ല. ലോജിക്കാണ് അവിടെ, യുക്തിസഹജമായിട്ട്. അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ റൂൾസ് അന്വേഷിച്ചാൽ കാണില്ല. അപ്പൊ കൺഫ്യൂഷനാകും. ഭക്തിയുടെ കാര്യത്തിൽ യഥാർത്ഥ ഭക്തി ഈശ്വരനാണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ലല്ലോ. ഈ തർക്കിക്കുന്നവരാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളവർ തർക്കിക്കണേ. അപ്പൊ അർജുന് വ്യാമിശ്രേണവമാക്യേനാം ബുദ്ധി മോഹയസീവമേ തദേകം വദനിശ്ചിത്തി ഏന ശ്രേയോ ഹമാപ്നയം. കുഴഞ്ഞു മറിഞ്ഞതുപോലെയുള്ള വാക്യം കൊണ്ട് എൻ്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്നാ പറഞ്ഞു. ഭഗവാൻ മോഹിപ്പിക്കുന്ന വിധത്തിലല്ല പറഞ്ഞത്. പക്ഷേ കേൾക്കുന്ന ആൾക്ക് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അത് നമ്മുടെ കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും ഞാൻ എന്തുദ്ദേശിച്ചാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനാവും. പിന്നെ ആ മോഹിപ്പിക്കുന്നത് പോലെ തോന്നലേ ഉണ്ടാവുള്ളൂ. അപ്പം യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസിനെ പ്രാപിക്കുമോ അത് മാത്രം നിശ്ചയിച്ചു അവിടെ. എന്നാലും ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അർജുൻ്റെ കാര്യത്തിൽ അർജുന് ഒരു ഉറപ്പ് വന്നിരിക്കണം, എനിക്ക് ശ്രേയസ് മതി, അതുകൊണ്ട് പ്രേയസ് വേണ്ട.
ശ്രേയസ്കരമായിട്ടുള്ളത് മാത്രം നിശ്ചയിച്ച് പറഞ്ഞാൽ മതി, എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് ഭഗവാനോട് പറയാം. ഇങ്ങനെ പറയണേലും വേണ്ട ഒരു ധൈര്യം. ദൈവാധീനം ഇല്ലാത്തവർ ഒരു കാര്യത്തിനും ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ബുദ്ധി ഉറപ്പിച്ചവനല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ട് പറയാൻ സാധിക്കില്ല. ഈശ്വരനോടാണെങ്കിലും എനിക്ക് ഇന്നത് വേണമെന്ന് പറയണം. അത് ഉറപ്പിച്ചാ പറയണേന്ന് ഭഗവാൻ മനസ്സിലായി. പിന്നെ തിരിച്ചു മറുചോദ്യം ഒന്നും ഉണ്ടാവില്ല. തഥാസ്തു എന്ന് പറയും. അതാണ്. അപ്പൊ അർജുനൻ തന്നെ ആവശ്യപ്പെട്ടു. നമ്മളാണെ 100 ചോദ്യം ചോദിക്കും. എന്തിനാ ഇപ്പൊ കർമ്മം ചെയ്യേണ്ട സമയത്ത് ഈ വണ്ടി കൊണ്ടുപോയിട്ട് രണ്ടിന്റെ മധ്യത്തിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞാൽ എന്താവശ്യ? അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? ഈ അഭിപ്രായ ഭിന്നത ഉള്ളവർ എന്തൊക്കെ തരത്തിലാ അത് വ്യാഖ്യാനിക്കാന്നറിയോ? ഭഗവാൻ യാതൊരു കൺഫ്യൂഷനും ഇല്ല. 2 ധർമാധർമ്മങ്ങളുടെ മധ്യത്തിലേക്ക് എൻ്റെ രഥത്തെ കൊണ്ട് നിർത്തൂ എന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. യാതൊരു സംശയമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നിൽക്കുന്നത്, അർജുനൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നിട്ട് മനുഷ്യൻ പറയേണ്ട കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ദൈവത്തിന്? ഇവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഭഗവാൻ യാതൊരു വ്യാമിശ്രേണ വാക്യാനൊന്നുമില്ല, അല്ലേ? കർമ്മം ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ പോരെ. നമ്മളാണ് ഇന്റർഫിയർ ചെയ്ത് അവനെ കൊല്ലാതെ കൊല്ലും. അഭിപ്രായം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇപ്പം പരീക്ഷ കഴിഞ്ഞിട്ടേ, ഫൈനൽ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് കുട്ടികളൊക്കെ കൺഫ്യൂഷനിലാവും. എന്നിട്ട് ഏതൊക്കെ തരത്തിൽ അവരെ വലിച്ചുകൊണ്ട് പോണേ, ഇഷ്ടമില്ലാത്ത കർമ്മം, അച്ഛനും അമ്മയുടെയും നിശ്ചയം എന്താണോ അത് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കർമ്മത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കും, അല്ലേ? എന്നാ അവൻ എന്താ വേണ്ടെന്ന് ചോദിക്കോ? ഇനി ഇതിനെയൊക്കെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറെ കൗൺസിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അവരും എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കും. അവിടെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്വധർമ്മം എന്താണ്, പ്രൊവിഷൻ എന്താന്ന്, അവരവരുടെ ഇഷ്ടം എന്താ, ഇച്ഛാശക്തി എന്താണെന്ന് അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഒരു ടീച്ചർ ചോദിച്ചു, വലുതായിട്ട് നിനക്കൊക്കെ എന്താകണമെന്ന്. ഒരു കുട്ടി എന്താ പറഞ്ഞത്? എനിക്ക് കുതിരവണ്ടിക്കാരനായാൽ മതി, അല്ലേ? എല്ലാവരും കൂടി അവനെ കൊല്ലാതെ കൊന്നു. എന്നിട്ട് അവനെ കരയിപ്പിച്ചു. എന്നിട്ട് ആ കരഞ്ഞ കുട്ടി സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്നപ്പം അമ്മ എന്താ പറഞ്ഞേ? നിനക്ക് കുതിരവണ്ടിക്കാരനായാ മതിയെങ്കിൽ നീ കുതിരവണ്ടിക്കാരനായാ മതി. ഇതാണ് ഫസ്റ്റ് പോസിറ്റീവ്. അതാണ് ബി പോസിറ്റീവ് എന്ന് ചിന്തിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞ. ഒരു കുട്ടിയാണേലും വേണ്ടില്ല, അതിന് വേണ്ടത്ര അറിവില്ലെങ്കിൽ പോലും അതിൻ്റെ ഇച്ഛാശക്തിയാണ് അറിയാതെ ഉള്ളിൽ നിന്ന് വീഴുന്നത്. അത് ഭൗതിക തലത്തിൽ ചിന്തിക്കുന്നവരാരും അംഗീകരിക്കില്ല. എത്ര കുട്ടികളുടെ ഭാവി നശിപ്പിക്കണമെന്നറിയോ അച്ഛനും അമ്മമാര് പോയിട്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ലക്ഷങ്ങൾ ചെലവാക്കി എഞ്ചിനീയറൊക്കെ പഠിപ്പിക്കാൻ വിട്ട കുട്ടികൾ ഇന്ന് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും ക്ലർക്കായിട്ടിരിക്കുക. PMS ആയുർവേദ ഡോക്ടറായിട്ട് പാസ്സായവര് വേറെ ഓരോ പണിക്ക് നടക്കുക. ഇതാണ് വ്യാമിശ്രേണ വാക്യേന ബുദ്ധിമോഹ. അപ്പം എന്ത് ശ്രേഷ്ഠമായിട്ടുള്ള മാർഗദർശനം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഭഗവാൻ നിശ്ചയിച്ച കാര്യങ്ങൾ എന്താണോ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പോഴേ ദൈവാധീനം പ്രകടമാകും. ആ ദൈവാധീനം ഉണ്ടെങ്കിലോ അവരവർക്ക് പറ്റിയ പ്രൊവിഷൻ ഇപ്പം അവരവർ തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ എൻ്റെ കുട്ടികളോട് ഒരിക്കലും നിങ്ങൾ ഇന്നതാകണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്താകണോ നിങ്ങൾ നിശ്ചയിക്കൂ, അതിന് ഐ വിൽ സപ്പോർട്ട്. പിന്നെ അങ്ങേറ്റത്തെ പൈസ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം മേടിച്ചിട്ടൊന്നും നിങ്ങളെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും സ്വപ്നം കാണണ്ട. എല്ലാവരും ഈ പഠിച്ചിട്ട് +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറും ഡോക്ടർമാരും ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ആര് ചെയ്യും? എന്നിട്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലൊക്കെ ക്ലർക്കായിട്ട് വന്നിരിക്കുക. എന്തിനാ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇല്ലാത്ത പണം കടം മേടിച്ചിട്ടോ അല്ലെ സ്ഥലം വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും പഠിപ്പിച്ചത്. ഇങ്ങനെ
കർമ്മത്തിൽ ഭൗതിക കാര്യങ്ങളിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കാതിരിക്കുന്നത് നമ്മളിലുള്ള ആത്മബോധമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ്. അത് അച്ഛനായാലും അമ്മയായാലും. അച്ഛനും അമ്മയ്ക്ക് ഈ ബോധം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് ഈ ബോധം ഉണ്ടാകും. എന്നിട്ട് എല്ലാം കൺഫ്യൂഷനാക്കും. അച്ഛനും അമ്മയും കൺഫ്യൂഷന്, അത് കഴിഞ്ഞ് ഒരു കൗൺസിലറിന്റെ അടുത്ത് പോയാൽ അയാളും കൺഫ്യൂഷനാക്കും. ആ കുട്ടിയെ വരെ അവനവൻ്റെ ഇച്ഛാശക്തി എന്താന്ന് ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഈ മറ്റുള്ളവരുടെ വ്യത്യസ്തമായ അഭിപ്രായം കേൾക്കാനിട വന്നാൽ അവിടെ അർജുൻ്റെ സ്ഥിതി ഉണ്ടാവും. വ്യാമിശ്രേണവാക്യേന ബുദ്ധിം മോഹ, എൻ്റെ മോഹങ്ങളെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയും. ഈ മോഹിപ്പിക്കുന്ന പോലെ തോന്നിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് നടക്കില്ല. ദൃഢനിശ്ചയം ചെയ്തിട്ട് അത് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഈ ഞാനൊന്ന് ഗീതയിൽ നിന്ന് പഠിക്കും. ഞാൻ എന്തിനാ ഈ ഇതുപോലെ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന നമുക്ക് ജീവിത അനുഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെയാണ് ഈ ഗീതാശാസ്ത്രമൊക്കെ യുക്തിവാദം ചെയ്യുക. ഞാനിപ്പോൾ ഒറ്റയടിക്ക് ഗീത അങ്ങോട്ട് വായിച്ച് തീർക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാരാബ്ധങ്ങളുടെ കൂടുതൽ കൊണ്ട് 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ആദ്യത്തെ തവണ എഴുതി തോറ്റു. രണ്ടാമത്തെ തവണ ദൃഢനിശ്ചയം ചെയ്ത് രാത്രിയും പകലും ഇതിനിടയ്ക്ക് അസുഖമൊക്കെ വന്ന് ആശുപത്രിയിലൊക്കെ, എന്നാലും വേണ്ടില്ല സ്കൂളിൽ പോക്കെ ഇല്ലേ, ഒരു ട്യൂഷനൊക്കെ പോയിരുന്നൊക്കെ നിർത്തേണ്ടി വന്നു സുഖമില്ലാതെ വന്നിട്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ഇത്തവണ പാസ്സാകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടിരുന്ന് പഠിച്ചു. രാത്രിയും പകലും ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടൊക്കെ കാലിറക്കി വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത് അതിന് വേണ്ടിയിട്ട് ഈ തയ്യാറെടുപ്പ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ആദ്യത്തെ തവണ പാസ്സാകുമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം രണ്ടാമത്തെ തവണ എഴുതിയത് ഈസി ആയിട്ട് പാസ്സായി. ഈസി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, പാസ്സായി കഴിയുമ്പോഴല്ലേ ഈസി. അതിനുള്ള ക്ലേശങ്ങളൊക്കെ പല വിധത്തിൽ അസുഖം വരെ വന്നിട്ടും അത് പാസ്സാക്കിയെടുത്ത്. ഇതാണ് ദൃഢനിശ്ചയം ചെയ്താൽ അവിടെ കൺഫ്യൂഷൻ ആകേണ്ട പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ടെക്നോളജിയൊക്കെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സിലും ഹൈ മാർക്ക് മേടിച്ച് പാസ്സാകരുതെന്ന് എനിക്കിപ്പോൾ തോന്നും. അത് കഴിഞ്ഞിട്ടും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ യാതൊരു പാളിച്ചയും പറ്റാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അന്ന് ഗീതാശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു എന്തോ എസൻസ് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും പിന്നെ രണ്ടാമത് വന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിറ്റേ ദിവസം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ച അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട്, അമ്പലത്തിലെ ശമ്പളം 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒരു വർഷം കഴിഞ്ഞ് ശബരിമല സീസൺ കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇവിടെ എൻ്റെ വീട്ടിനടുത്തുനിന്ന് ഊണ് കഴിക്കാനും ചായ കുടിക്കാനും വീട്ടിലേക്ക് വരാൻ പാകത്തിന് സൗകര്യത്തിൽ 150 രൂപ ശമ്പളത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ക്ലർക്കായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പ്രീ ഡിഗ്രിക്കും കൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 2-3 മാസത്തിനകം പിന്നെ ആകെ ലൈഫ് ചേഞ്ചായി. നാഗപ്പൂർക്ക് ടെലഗ്രാം വരെ ചെയ്തത്. അപ്പോഴും ഞാൻ വീട്ടിൽ ആരെ അറിയിക്കാതെ പോയി എറണാകുളത്ത് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇതൊക്കെ ഡിസിഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. 10-20 വയസ്സേ ഉള്ളൂ. അവിടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നില്ല. നേരെ എറണാകുളം പോയി, അതും കടം മേടിച്ച പൈസ കൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തു. എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാളോട് മേടിച്ചത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഏട്ടൻ്റെ അടുത്തും ഏടത്തിയമ്മയുടെ അടുത്തും കുടുംബത്തും വന്നിട്ട് പറയുന്നത്, ഞാൻ ഇന്ന ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞു, വിത്തിൻ 1 വീക്ക്. അതിന് മുമ്പോ ഞങ്ങൾ 10ഓളം പേര്. ഞാൻ എന്തിനാ ഈ അനുഭവം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് സെൽഫ് ഡിസിഷൻ. അതിനു മുമ്പ് നമുക്ക് സാഹചര്യങ്ങളൊക്കെ അതിന് പ്രതികൂലമായിട്ട് നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കുന്ന വിധത്തിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 8 പേരോളം ക്ഷേത്രത്തിൽ തന്നെ അന്ന് ജോലി ഉണ്ടായിരുന്നപ്പം ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണ വഴിയിലൊക്കെ ഓടിയിട്ടൊക്കെ ബോഡി മേക്കിങ്ങിന് പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നു. അതിൽ 8 പേരും സെലക്ഷനായി, ഞാൻ ഒഴിച്ച്. 7 പേർക്ക് സെലക്ഷൻ കിട്ടിപ്പോയി. 8ാമത്തെ ആൾക്ക് കിട്ടിയിട്ടും അച്ഛൻ വിട്ടില്ല. 2 പേരും, ഒരാൾ പട്ടാളത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു, ചേട്ടനും പട്ടാളത്തിലായിരുന്നു, അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചില്ല. അവർക്ക് അതിനുള്ള ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് എന്നാലും അദ്ദേഹത്തിന് പട്ടാളത്തിൽ പോയില്ലെങ്കിലും PSC അപ്പോയിൻമെൻ്റൊക്കെ കിട്ടി. ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണാറൊക്കെ ഉണ്ട്. അപ്പം ഈ 8 പേരും രക്ഷപ്പെട്ടു, എനിക്ക് മാത്രം കിട്ടിയില്ല. നേവിയിലും എയർഫോഴ്സിലും പല ടെസ്റ്റിന് പോയി. നേവിയിലൊക്കെ സെലക്ഷനായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ 6 മാസമൊക്കെ കിടന്നിട്ടുണ്ട്.
അപ്പം ഇത് കുറേ അധികം കൺഫ്യൂഷനായി. അതായത് പല കാര്യങ്ങൾക്ക് നടന്ന് ഇത് ചേർന്ന് ഉദ്ദേശിച്ചത് ശപഥം ചെയ്ത് നടന്നിട്ടും പറ്റാതിരുന്നപ്പം ഇനി ഇത് നമുക്ക് യോഗയില്ലാന്ന് പറഞ്ഞ് വിട്ടു. ഇനി ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കേ വേണ്ട. എന്നിട്ട് മറ്റ് പല കാര്യങ്ങളൊക്കെ ടൈപ്പ് പഠിക്കാൻ പോയി, സ്കൂട്ടർ മെക്കാനിസം പോയി, ഇല്ലാത്ത പണിയൊന്നുമില്ല, പലതും ചെയ്യാൻ പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കൂട്ടുകാരൻ തന്നെ ഏട്ടൻ പട്ടാളത്തിലുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടാണ് നാഗ്പൂർക്ക് വന്നതും. അതും വന്നതിൻ്റെ 8-ാം ദിവസം സെലക്ഷനൊക്കെ ആയി. പക്ഷേ പിന്നെയും അവിടെ ഒരുപാട് ക്ലേശങ്ങളുണ്ടായി. എന്നാലും നമ്മൾ ആദ്യം എടുത്ത് പട്ടാളക്കാരനാകണം എന്ന് നിശ്ചയിച്ചത് 1980 ഒക്ടോബർ 15-ാം തീയതി എനിക്ക് യൂണിഫോം കിട്ടി. അപ്പം നമ്മൾ ഒരിക്കൽ ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ തീരുമാനമെടുത്താൽ വിധ കർമ്മങ്ങളെ നമ്മളെ ഏറ്റവും നല്ല ഒരു പദത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ഇല്ലെങ്കിൽ പല തരത്തിലും കൺഫ്യൂഷൻ ആക്കി നമ്മൾ അങ്ങോട്ട് എത്താൻ കുറേയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. എന്നിട്ടും ലക്ഷ്യത്തിൽ ഭഗവാൻ എത്തിക്കും. അതാണ് രസം. ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കും. അതാണ്. അപ്പൊ ഈ 8 പേർക്ക് കിട്ടിയ പട്ടാളത്തിലെ സെലക്ഷൻ കിട്ടിയതിലും നല്ല സെലക്ഷനാണ് എനിക്ക് അവസാനം കിട്ടിയത്. അതുകൊണ്ട് എന്ത് പറ്റി, അവിടെയും പറ്റുന്ന അത്രയും പ്രമോഷൻ കിട്ടി എന്ന് മാത്രമല്ല, രാഷ്ട്രപതിയുടെ വരെ അംഗീകാരത്തോടു കൂടി അവിടുന്ന് തിരിച്ചു വരാൻ സാധിക്കും. അപ്പം ഈ ഡിസിഷൻ മേക്കിങ്സ് കർമ്മയോഗത്തിൽ ഏത് കർമ്മം ആണെങ്കിലും വേണ്ടില്ല, ആ കർമ്മത്തിൽ നമ്മൾ എന്നതാകണം എന്ന് ലക്ഷ്യമുണ്ടായാൽ, ലക്ഷ്യം തീരുമാനിച്ചാൽ സെൽഫ് ഡിസിഷൻ ആയിരിക്കണം. ആ ഡിസിഷൻ തീരുമാനിച്ചാൽ, ഇവിടെ അർജുൻ്റെ ഏറ്റവും വലിയ ഡിസിഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ശ്രേയസ് മതി എന്ന് പറഞ്ഞു പോകാൻ. പ്രേയസ് വേണ്ട എന്ന് ആദ്യം തന്നെ പറഞ്ഞു. നമുക്കും ഇതുപോലെ ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. നമ്മൾ ഈശ്വരന്മാരുടെ അടുത്ത് പോയിട്ട്, ഗുരുവായൂരപ്പൻ്റെ അടുത്തോ ഇഷ്ടദേവതയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രേയസ് വേണ്ടേ വേണ്ട എന്ന് പറയും. നാകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേ ജീവിതനവാ. അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, ആവശ്യമില്ല. എനിക്ക് ശ്രേയസ് വേണ്ട, പ്രേയസ് മതി. ഭൗതിക ഭോഗസുഖങ്ങളൊക്കെ പ്രേയസാണ്, അതുണ്ടായിട്ട് നശിക്കുന്നതാണ്. അതൊക്കെ ദുഃഖകാരണങ്ങളാണ് എന്ന് മാത്രമല്ല, അതിനൊക്കെ ഉപരി ബന്ധകാരണങ്ങളാണ്. ബന്ധനത്രയത്തെ വിളിച്ചു വരുത്തും. ഭൗതിക നേട്ടങ്ങൾക്കും ഭൗതിക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടിയാൽ പോലും കർമ്മബന്ധനം ഉണ്ടാകും. നിസ്സാര കാര്യമാണ്. രാമായണമൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചോളണം. ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ഭാര്യ സഹായിച്ചപ്പോൾ ഓൺ ദി സ്പോട്ടില് ദശരഥൻ അതിന്റെ സന്തോഷത്തിൽ എന്താ വേണ്ടേ, വരം വേണോ, ഇപ്പൊ 2 വരം തരാം, നീ മേടിച്ചോ എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞോളാം, പിന്നത്തേക്കൊന്നും ചോദിക്കരുത് എന്ന് പറയണമായിരുന്നു ഈ ചക്രവർത്തി. ദശരഥൻ അവിടെയാണ് ഡിസിഷൻ മേക്കില് തെറ്റുപറ്റിയത്. ഇങ്ങനെയൊക്കെ ചിലപ്പം ദശരഥനെ പോലെ യുദ്ധവീരനും ദേവന്മാർ വരെ പുകഴ്ത്തിയിരുന്ന ഭരണതലവനായിരുന്നു ദശരഥൻ. സൂര്യവംശത്തിലെ ഏറ്റവും മികവുറ്റ രാജാവായിരുന്നു, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സൂര്യനെ പോലെ തിളങ്ങിയിരുന്നു പറഞ്ഞ ദശരഥന്റെ രാജ്യഭരണം അത്ര കേമായിരുന്നു. അപ്പം അതില് സുന്ദരിയായ ഭാര്യയ്ക്ക് വശമ്മതയായി, വാക്കുദാനം കൊടുത്തു, അത് ജീവിതത്തെ മാറ്റിമറിച്ചു. ഇതാണ് ഡിസിഷൻ മേക്കിങ്സിൽ. ഇപ്പം കർണൻ പറയുന്ന പോലെ, ഇപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ചോദിച്ചോളൂ, പിന്നെ എൻ്റെ മനസ്സ് മാറും. അതാണ് കർണൻ്റെ ഡിസിഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കാരണം. ദുര്യോധനന്റെ കൂടെ കൂടിയും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകത്താരും അംഗീകരിക്കാത്ത ഒരു യുവരാജനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൂര്യപുത്രനായിരുന്നു, അല്ലേ? പക്ഷേ അത് സമൂഹം അംഗീകരിച്ചില്ല. അതാകെ അംഗീകരിച്ചത് ദുര്യോധന. എന്തു ആയിക്കോട്ടെ, യുവരാജാവാക്കിയില്ലേ. അതിൽ നിന്ന് ഒരിക്കലും ദുര്യോധന പക്ഷത്തുനിന്ന് വ്യതിചലിക്കുന്നത് ശരിയല്ല എന്ന ഡിസിഷൻ എടുത്ത് മരിക്കണേ മരിച്ചോട്ടെ. അമ്മ പോയിട്ട് കേണിട്ടും അവസാനം അമ്മ ആരാണെന്നോ മകൻ ആരാണെന്നോ ഒന്നും അറിയാതെ, എന്നിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കുന്തി ദേവി പോയിട്ട് കർണന്റെ അടുത്ത് പോയിട്ട് അപേക്ഷിക്കുന്നുണ്ട്, നീ യുദ്ധത്തിൽ പങ്കെടുക്കരുത്, അഥവാ പങ്കെടുക്കുകയാണെങ്കിൽ പാണ്ഡവപക്ഷത്തേക്ക് വരൂ എന്നൊക്കെ പറയും.
അപ്പൊ പറയും, എന്നെ ലോകത്താകെ അംഗീകരിച്ച ദുര്യോധന, വേറെ ആരും അംഗീകരിച്ചിട്ടില്ല. അമ്മ പോലും എന്നെ അംഗീകരിച്ചിട്ടില്ല. എന്നെ പ്രസവിച്ചിട്ട് നദിയിൽ ഒഴുക്കിക്കളയല്ല ചെയ്ത്. ഇപ്പൊ എന്നിട്ട് അവനവന്റെ പുത്രന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കേഴം വന്നിരിക്കുന്നു. ഇത്ര ശക്തമായിട്ട് വാദിച്ചു അല്ലേ? പിന്നെ ഒരു ഉറപ്പ് കൊടുത്തു. അമ്മയ്ക്ക് 5 പുത്രന്മാരുടെ കാര്യമല്ലേ പ്രശ്നമുള്ളൂ. ആ 5 പുത്രന്മാരെന്നും ഉണ്ടാകും. എന്നെ കൊല്ലാൻ കഴിവുള്ളത് അർജുനേ ഉള്ളൂ. എനിക്ക് കൊല്ലാൻ കഴിവ്, എൻ്റെ ലക്ഷ്യവും എൻ്റെ ഏറ്റവും ശത്രുവായിട്ട് കരുതുന്നു അർജുനെ. അത് ഞങ്ങൾ 2 പേരിൽ ഒരാളുണ്ടാകും. അപ്പൊ 5 പുത്രന്മാർ അമ്മയ്ക്ക് പഞ്ചപാണ്ഡവരെന്ന് പറയുന്ന ആ പാണ്ഡവരെ നഷ്ടപ്പെടില്ല. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ വന്ന് ഈ സുപ്രഭാതത്തിൽ വന്നിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നീ മറുപക്ഷത്ത് ചേരണമെന്നോ അഥവാ യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഡിസിഷൻ മേക്കിംഗ്. മരിച്ചോട്ടെ, ഒന്നുകിൽ അർജുനൻ ഉണ്ടാവില്ലേ ഞാനുണ്ടാവും അമ്മയുടെ പുത്രനായിട്ട്. ഇവിടെ കൺഫ്യൂഷനൊന്നും ആവശ്യമേ ഇല്ല. ഇതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും ആവശ്യപ്പെടാനും കുന്തി ദേവിക്ക് സാധിക്കാതെ വന്നു. കാരണം അതിനുള്ള അർഹതയും യോഗ്യതയും ഇല്ലാതായിപ്പോയി. കാരണം എന്താ, ദുർവാസാവ് വന്നിട്ട് എന്തോ ഒരു അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് പരീക്ഷിക്കേണ്ട കാര്യം. ഇങ്ങനെ മനുഷ്യൻ പലപ്പോഴും പരീക്ഷണത്തിന് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം എന്നിട്ട് ജീവിതം വ്യർത്ഥമാക്കും. ഇപ്പൊ പരശുരാമൻ തന്നെ, ഈ നമ്പൂരിമാരൊക്കെ പ്രശ്നത്തിൽപ്പെട്ടത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പരശുരാമൻ തൊടുന്ന അനുഗ്രഹം അത് പരീക്ഷിക്കാൻ പോയി. അതാണ് പ്രശ്നം. അത് 2 കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തും അതേപോലെ തെക്ക് ഭാഗത്തും 2 സ്ഥാനങ്ങളുണ്ട് പരശുരാമൻ്റെ സാന്നിധ്യമുള്ളത്. ഒന്ന് കണ്ണൂര് രാജരാജേശ്വരി ക്ഷേത്രം. ഇവിടെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂവാറ്റുപുഴ ഇടയ്ക്ക് തൃക്കാരൂര്, അതായത് പെരുമ്പാവൂരിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു തൃക്കാരൂര് ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ പരശുരാമ സാന്നിധ്യമുണ്ട്. ഇവിടെ 2 ഇടത്തും ഈ കേരളത്തിൽ തന്നെ ശരിക്കും ഈ ഗോകർണം തൊട്ട് കന്യാകുമാരി വരെയാണ് കേരളത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി. ഇതിൽ ടോട്ടലി പഞ്ചദ്രാവിഡ ദേശത്ത് നിന്ന് ഈ ബ്രാഹ്മണരെയാണ് കൊണ്ടുവന്നാക്കിയത്. ബ്രഹ്മസ്വവും ദേവസ്വവും തിരിച്ചിട്ട് 108 ദുഃഖാലയങ്ങളും അത്രയും തന്നെ ശിവക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ട് 64 ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ 64 കലകളെ പ്രകടമാക്കുന്ന കഴിവുള്ള ബ്രാഹ്മണരെയാണ് സെലക്ട് ചെയ്തിട്ട് ഓരോ ഗ്രാമ ദേവതയും ഗ്രാമ തലവന്മാരെയൊക്കെ നിശ്ചയിച്ചിട്ട് അവർക്കൊക്കെ ചില ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു. അതിൽ ഈ 2 സ്ഥാനത്തും ഇങ്ങനെ സംഭവിച്ചു എന്നാണ് കേൾക്കുന്നത്. ആദ്യം അറിഞ്ഞിരുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ടോട്ടലി ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 32 ഗ്രാമങ്ങളെ കേരളത്തിലുള്ളൂ ഉണ്ടായിരുന്നത്. ഇന്നതും ഒക്കെ കൺഫ്യൂഷനാക്കുകയും മിക്സഡ് ആയിപ്പോയി. ചിലർക്ക് ഏത് ഗ്രാമത്തിൽപ്പെട്ട ആളാന്ന് തന്നെ അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്കായി. അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് പരശുരാമൻ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു എന്നർത്ഥം. അപ്പോൾ ഏകദേശം 16 ഗ്രാമങ്ങളായിരുന്നു തെക്കോട്ടുള്ള ഈ തൃക്കാരൂർ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പ്രതിനിധികളെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ബ്രാഹ്മണരെ താമസിപ്പിച്ചു. അതേപോലെ വടക്കോട്ടുള്ള 16 ഗ്രാമങ്ങളുടെ ഏകദേശം ബ്രാഹ്മണരെയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പരിസരത്ത് അതിൻ്റെ തലവന്മാരെ താമസിച്ചു. അതായത് ഈ ഗ്രാമങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ളവരെ കുടുംബങ്ങളെ പാർപ്പിച്ചു. എന്നിട്ട് ഇവരോട് 2 പേരോടും ഉപദേശം കൊടുത്തത് അവസാനം എന്താ പറഞ്ഞത്, അന്തർധാനം ചെയ്യണതിന് മുമ്പ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ഒത്തുകൂടിയിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രത്യക്ഷമാകും, പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം ഈ 2 സ്ഥലത്തുള്ളവരും, അതായത് ടോട്ടലി 32 ഗ്രാമങ്ങളുടെ മെമ്പേഴ്സും അവരവരുടെ ക്ഷേത്ര പരിസരത്ത് ഈ പരശുരാമൻ പറഞ്ഞത് ഒത്തുകൂടിയിട്ട് പരശുരാമൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവര് കൂട്ടപ്രാർത്ഥന നടത്തി. ആവശ്യമുണ്ടായിട്ടല്ല വിളിച്ചത്, അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടല്ല വിളിച്ചത്. വെറുതെ പരശുരാമൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ കൂട്ടപ്രാർത്ഥന നടത്തി. പരശുരാമൻ പ്രത്യക്ഷമായപ്പോൾ ഇവർക്കൊന്നും ആവശ്യപ്പെടാനില്ലാതെ വന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്, പോരെ.
അപ്പം ഈ 32 ഗ്രാമങ്ങൾക്കും പരശുരാമൻ്റെ ശാപം കിട്ടിയെന്ന് മനസ്സിലാക്കിയ ആ തെക്ക് ഉള്ള ക്ഷേത്രത്തിൻ്റെ പരിസരത്തായാലും രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്തായാലും ഇത് രണ്ടിടത്തും സംഭവിച്ചു എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും 32 ഗ്രാമങ്ങളിലെ നമ്പൂരിമാരെ എത്ര കൂട്ടിയാലും ഒത്തുകൂടാൻ പറ്റാതെ പോട്ടെ എന്നായിരുന്നു ശാപം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ശാപമൊക്കെ കിട്ടിയാൽ ഏകദേശം ഒരു 1000-2000 വർഷമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മോചനം ഉണ്ടാകുന്ന പറയാം. പക്ഷെ മോചനം ഉണ്ടാകണമെങ്കിൽ ഈ പരശുരാമൻ പറഞ്ഞിരിക്കുന്ന ശാസന വ്യവസ്ഥിതി പാലിക്കാൻ തുടങ്ങണം, ട്രഡീഷൻ പാലിക്കണം. അതില്ലാതെ എങ്ങനെ മോചനം കിട്ടുക? അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. രാവണർക്ക് ഉപദേശിച്ചിരുന്ന ശാസന വ്യവസ്ഥിതി കൃത്യമായിട്ട് പാലിക്കണം. ഇഷ്ടദേവതയെ ഉപാസിക്കണം, പരദേവതയെ ഭജിക്കണം, സർപ്പങ്ങളെ ആരാധിക്കണം, സന്ധ്യാവന്ദനാദി ക്രിയകൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ഓരോ ഗ്രാമങ്ങൾക്കും പരദേവതയെ അല്ലെങ്കിൽ ഗ്രാമദേവതയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുകൊണ്ട് ആ ഗ്രാമത്തെ വാസികളൊക്കെ, ഇന്നിപ്പം ഗ്രാമം ഒക്കെ കൺഫ്യൂഷൻ, പേരിൽ മാത്രമേ ഉള്ളൂ 32 ഗ്രാമങ്ങൾ. പക്ഷേ അതൊക്കെ മിക്സ്ഡ് ആയിപ്പോയി. ഈ തർക്കവിതർക്കങ്ങൾക്കും ഈ ഗ്രൂപ്പിസമൊക്കെ വന്നപ്പോൾ കുറേ യഥാർത്ഥ ഗ്രാമത്തിൻ്റെ പോളിസി ഇല്ല, ഈ ശാസന വ്യവസ്ഥ പാലിക്കുന്നവർ ഒരു ഗ്രാമത്തിലും ഇല്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഏത് യോഗക്ഷമം ഉണ്ടായിട്ടും കാര്യമില്ല, ഒത്തുകൂടുന്ന പ്രശ്നമില്ല, അഭിപ്രായ സമന്വയം എന്ന് പറയുന്നത് ഉണ്ടാകില്ല. ഇവിടെ ഞാനിപ്പോൾ 6 മാസം കൊണ്ട് ശ്രമിച്ചിട്ട് എനിക്ക് ഉറപ്പായി നടക്കില്ല ഒന്നും. കാരണം എന്താ? ട്രഡീഷൻ പാലിക്കുന്നില്ല, പിന്നെ എങ്ങനെ അഭിപ്രായ സമന്വയത ഉണ്ടാകും? ഞാൻ കൃത്യമായിട്ട് ട്രഡീഷൻ പാലിക്കുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. 22 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ പറയുന്നത് എനിക്കില്ല. അപ്പൊ ശ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കണം എന്ന് അർജുനൻ ഉറപ്പിച്ചതാണ് അർജുനന്റെ ദൃഢനിശ്ചയം. അതിലേക്കാണ് ഭഗവാൻ അർജുനനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ. ലക്ഷ്യം തീരുമാനിച്ചാൽ ആ കർമ്മം, പിന്നെ ആ ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആ കർമ്മം അതിലേക്ക് നയിക്കും. നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ പോലും ആ ലക്ഷ്യത്തിലേക്കുള്ളതായിട്ട് മാറും. അതിന് നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ആള് വരും, യാതൊരു സംശയവുമില്ല. ആ സഹായിക്കാനുള്ളവരൊക്കെ നമ്മൾ ഒരു ചുവട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വെക്കാൻ തുടങ്ങിയാൽ 4 ചുവട് നമ്മളെ വെപ്പിക്കാന്ന് പറഞ്ഞാൽ അത് 4 വഴികളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ മുമ്പോട്ട് നയിക്കാൻ. അത് ആരൊക്കെ ആയിരിക്കും? ഭഗവാൻ നേരിട്ട് വന്നല്ല ചെയ്യുക, ആരെങ്കിലുമൊക്കെ നിമിത്തമായിക്കൊണ്ട് ആരെങ്കിലും മാർഗദർശനം നൽകാൻ. നിങ്ങൾക്ക് എപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായാലും ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നവരെ ഭഗവാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിടും. ഓൺ ദി സ്പോട്ട് കണ്ടില്ലേ, ഞാൻ ഒരാളെ വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അദ്ദേഹം ഇവിടെ വന്നു, വണ്ടി എടുത്തോണ്ട് വന്നു, പോരെ. നമ്മൾ ശ്രേയമാർഗത്തിലാണെങ്കിൽ അവിടെയാണ് ഭഗവാൻ 100% നമ്മളെ സപ്പോർട്ട് ചെയ്യും. പ്രേയമാർഗത്തിലാണെങ്കിലോ നമ്മളെ കർമ്മബന്ധനത്തിൽപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അർജുനന് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടായാലും ഒരു കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനുമില്ല. എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണെന്ന് നിശ്ചയിച്ച് അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാലും, ഇങ്ങനെ പറയണമെങ്കിലും അല്ലേ ഒരു ധൈര്യം. ഇതാണ് സാത്വിക ധൈര്യം. വേറെ ആരോടില്ല, ഭഗവാനോട് പറയണമെന്നർത്ഥം. ഈ ഒരൊറ്റ നിലപാടാണ് കർമ്മയോഗ വിസ്തരിച്ച് പറയാൻ ഭഗവാനെ പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. ഈ ഗുരു ശിഷ്യരുടെ ബന്ധത്തില് ഗുരു ശിഷ്യ സംവാദമാണ് ഉപനിഷത്തുകളൊക്കെ. അപ്പൊ ചില സംശയങ്ങളും ചോദ്യങ്ങളും ശിഷ്യൻ ചോദിക്കുന്നത് കൊണ്ടാണ് പരമമായതിലേക്ക് ഗുരുക്കന്മാർക്ക് പോലും എത്താൻ സാധിക്കുന്നത്. അവര് ശാസ്ത്രം പഠിച്ചിരുന്നാലും അതിനെ യുക്തിവിചാരം ചെയ്ത് പ്രാക്ടിക്കൽ തലത്തിൽ മനസ്സിലാകുന്ന വിധത്തെ മനസ്സിലാക്കി തരണമെങ്കിൽ അതുപോലുള്ള ശിഷ്യന്മാര് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ, സംശയം ഉന്നയിക്കണം. അതാണ് ഗുരു ശിഷ്യ സംവാദമായിട്ട് ഉപനിഷത്തുകളൊക്കെ പ്രകടമാകുന്നത്. 2 പേരേ ഉള്ളൂ സംവാദം, ഗുരു ശിഷ്യനും മാത്രം. അത് അടുത്തിരുന്നു പോയി. ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അടുത്തിരിക്കുക, നേരിട്ട് ഉപദേശം കേൾക്കാന്ന്, ഗുരു മുഖത്ത് നിന്ന് കേൾക്കുക.
അപ്പൊ അർജുനൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ വാച ലോകേ അസ്മിൻ ദിവിതാ നിഷ്ഠ പുരോ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സംഖ്യാനം കർമ്മയോഗേന യോഗിന. ഭഗവാൻ പറഞ്ഞു അനഘ. അനഘ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈ കർമ്മയോഗം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, ശ്രേയോ മാർഗം നിശ്ചയിച്ച് പറയണമെങ്കിൽ ഈ അനഘനാകണം. അനഘൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലയോ പാപരഹിത. പാപരാഹിത്യം വരാത്തവർക്ക് ഗീതാശാസ്ത്രം എങ്ങനെ ശ്രമിച്ചാലും ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പഠിക്കണം തോന്നുന്നു തന്നെ ഇല്ല പാപരാഹിത്യം വരാത്തവർ. അത് എത്ര ജന്മങ്ങളായാലും എപ്പം പാപരാഹിത്യം വരുന്നവർക്ക് ഗീതാശാസ്ത്രം കേൾക്കാനും ആ പുസ്തകം കയ്യിലെടുക്കാനും ഒക്കെ സാധിക്കൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജീവശക്തി, ഈശ്വരശക്തി വിശുദ്ധി ചക്രത്തിലേക്ക് എത്തണം എന്നർത്ഥം. അപ്പൊ അതിനുള്ള ചോദ്യങ്ങളും ഇല്ലേ, അതിനുള്ള സംശയങ്ങളും അതിനെ പാരായണം ചെയ്യാനും അത് നമ്മുടെ ശബ്ദബ്രഹ്മം അക്ഷരബ്രഹ്മം ഉപയോഗിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ പാപരാഹിത്യം, വിശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷമായിട്ട് ശുദ്ധി വന്നവൻ, കർമ്മത്തിൽ ശുദ്ധി വന്നവൻ എന്ന് പറയുന്നതാണ് ശരി. അപ്പോഴേ ഹൃദയകമലത്തിൽ നിന്നും അത് അനാഹതത്തിൽ നിന്നും വിശുദ്ധി ചക്രത്തിലേക്ക് എത്തും. വിശുദ്ധി ചക്രത്തിൽ എത്തി നിൽക്കുന്നവന്റെ സ്ഥിതിയാണ് ഇവിടെ പറയുന്നത് അനഘൻ, പാപരാഹിത്യൻ വന്നവൻ. അതായത് ജീവശക്തി, ഈശ്വരീയ ശക്തി മൂലാധാരത്തിൽ നിന്ന് തന്നെ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അത് വിശുദ്ധി ചക്രത്തിലേക്ക്, സ്വപ്നപേടകത്തിലേക്ക് ആ ശക്തി എത്തി നിൽക്കുമ്പോഴാണ്, എത്തണമെങ്കിൽ തന്നെ അവൻ അനഘനാകണം, അഥവാ പാപരാഹിത്യം, പാപരഹിതനായി തീരും. അസ്മിൻ ലോകേ, ഈ പാപരാഹിത്യം വന്നവർ പോലും ഈ ലോകത്തിൽ സാഖ്യാനാം ജ്ഞാനയോഗേന, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗത്താലും, യോഗീനാം കർമ്മയോഗേന, യോഗികൾക്ക് കർമ്മയോഗത്താലും, ദ്വിവിധാ നിഷ്ഠ പുരാമയ, രണ്ട് വിധമായ നിഷ്ഠ മുമ്പ് പ്രോക്ത, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ അധ്യായം പറയുമ്പം ആ സാഖ്യയോഗം പറഞ്ഞു, അതാണ് ആത്മതത്വം, ആത്മദർശനം, കപിലോപദേശത്തിന്റെ പരികല്പനയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം കർമ്മയോഗം പറഞ്ഞു, നിനക്ക് ഈ ആത്മശക്തിയെ പറ്റി വിശ്വസിക്കാനും ശരിക്കും നീ സാധാരണ പോലെ ജീവൻ പോകുമ്പോൾ, ശരീരം പോകുമ്പം ജീവനും പോകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ കർമ്മയോഗത്തെ മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് കർമ്മയോഗം പറഞ്ഞത്. അപ്പൊ രണ്ട് യോഗത്തെ പറ്റിയും പറഞ്ഞു. ജ്ഞാനയോഗം എന്ന് പറയുന്നതാണ് സാഖ്യയോഗം. അപ്പോൾ ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള മഹാത്മാക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാഖ്യയോഗം ജ്ഞാനയോഗത്താലും യോഗികൾക്ക് കർമ്മയോഗത്താലും രണ്ട് വിധമായ നിഷ്ഠ അനുഷ്ഠാന മുറ മുമ്പ് ഞാൻ പറയപ്പെട്ടിട്ടുണ്ട്. സാഖ്യന്മാർ ജ്ഞാനമാർഗം അവലംബികളാണ്, അഥവാ ധ്യാനപരന്മാരാണ്. യോഗികൾ കർമ്മപരന്മാരാണ്. മനുഷ്യരിൽ സ്വതേ കാണുന്ന അന്തർമുഖതയും ബഹിർമുഖതയും ഈ രണ്ട് മാർഗങ്ങൾക്കും അടിസ്ഥാനഭൂതം ആണെന്ന് ദർശിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ തരത്തിൽ, നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ തന്നെ അന്തർമുഖരും ബഹിർമുഖരുമാണ്. ഈ അന്തർമുഖരാണ് ജ്ഞാനയോഗികളായിട്ട് മാറും. ബഹിർമുഖരെന്ന് പറഞ്ഞോ, അവർ പുറത്ത് കർമ്മത്തിലൂടെ ആയിരിക്കും യോഗസിദ്ധി നേടുക. അപ്പൊ രണ്ട് തരത്തിലുണ്ട്. അന്തർമുഖരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഇത്ര അറിവുണ്ടെന്നൊന്നും പുറമേ നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ അത് അന്തർമുഖത, അദ്ദേഹത്തിന്റെ കർമ്മത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, വളരെ കൃത്യമായിട്ട് സ്ഥിരപ്പച്ചനായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ മോക്ഷത്തിലേക്ക് എത്തും. ചില ആൾക്കാർ ജ്ഞാനമുണ്ടെങ്കിലും പെർഫെക്ഷൻ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർ 10 പേരെ അറിയിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അതാണ് ബഹിർമുഖത, ആർക്കും ഒളിച്ചു വെക്കാൻ സാധിക്കാതെ പ്രവർത്തിക്കുന്നവർ. അവർ കർമ്മയോഗികളായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യരിൽ സ്വതേ കാണുന്ന അന്തർമുഖതയും ബഹിർമുഖതയും ഉണ്ടെന്നർത്ഥം. ഈ രണ്ട് മാർഗങ്ങൾക്കും അടിസ്ഥാനഭൂതമാകുന്നു ദർശിക്കാനും അടിസ്ഥാന രണ്ട് മാർഗങ്ങളും അടിസ്ഥാനഭൂതമാകുന്നതെന്ന് ദർശിക്കാവുന്നതാണ്. എന്ത്? മനുഷ്യരിൽ സ്വതേ അന്തർമുഖതയും ബഹിർമുഖതയും.
ഒന്ന് ജ്ഞാനം കിട്ടിയാൽ അത് പ്രവൃത്തി കൊണ്ടുവരുന്ന, മറ്റേ ആള് ആ ജ്ഞാനമാർഗത്തിലൂടെ തന്നെ മോക്ഷം സിദ്ധിക്കുന്നവരുമുണ്ട്. ഫലത്തിൽ രണ്ട് മാർഗവും ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടർ എത്തുന്നത് ആത്യന്തികമായിട്ട് ഒന്നിലേക്കാണ് എത്തുന്നത് എന്നാണ് ഇനി പറയുന്നത്. ന കർമ്മണ മനാരംഭാൻ നൈഷ്കർമ്മം പുരുഷോസ്തേ നജ സന്യസനാദേവ സിദ്ധിം സമധികച്ചതി. കർമ്മണം അനാരംഭാത്, കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട് പുരുഷ നൈഷ്കമ്യം, മനുഷ്യൻ നൈഷ്കർമ്മത്തെ ന അശ്നുതേ പ്രാപിക്കുന്നില്ല. സന്യാസനാത് ഏവം സിദ്ധിം, സന്യാസം കർമ്മത്യാഗം കൊണ്ട്, സന്യാസം എന്ന് പറയുന്നത് എല്ലാം ത്യജിക്കുക, കർമ്മത്തെ ത്യജിക്കുക, അതുകൊണ്ട് ന സമധികച്ചതീച, മാത്രം സിദ്ധിയെ പ്രാപിക്കുന്നില്ല, കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ആരും നൈഷ്കർമ്മത്തെ പ്രാപിക്കുന്നില്ല. സന്യാസം കർമ്മത്യാഗം കൊണ്ട് മാത്രം സിദ്ധി പൂർണ്ണത പ്രാപിക്കുന്നതുമല്ല. അതായത് കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ, ഇപ്പം അന്തർമുഖതയും ബഹിർമുഖതയും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ജ്ഞാനികളായിട്ടുള്ള ജ്ഞാനയോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ, അവര് അധികം ഈ ഭൗതിക തലത്തിലൊന്നും കൂടുതൽ പ്രവൃത്തിയൊന്നും ചെയ്യാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അറിയേണ്ട കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കർമ്മത്തിലും പെർഫെക്ഷൻ ഉണ്ടാകുന്ന അർത്ഥം. കർമ്മയോഗികൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കും. ഈ കർമ്മം ചെയ്യാതിരിക്കുന്നത്, അന്തർമുഖരായിട്ടുള്ളവർ കർമ്മം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും അത് നൈഷ്കർമ്മ്യാവസ്ഥ അല്ലെന്നാ ഭഗവാൻ പറയും. അതായത് സന്യാസയോഗമൊന്നും ആവില്ല. ജ്ഞാനം സിദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കുന്നത് കൊണ്ട് സന്യാസിയാകില്ല, അതുകൊണ്ട് സിദ്ധി പ്രാപിക്കും. അതായത് കർമ്മത്യാഗം കൊണ്ട് മാത്രം സിദ്ധി പൂർണ്ണത പ്രാപിക്കുന്നതല്ല. അതായത് ഒരാൾ ജ്ഞാനിയായി മാറി, ബ്രഹ്മജ്ഞാനിയായിട്ട് മാറിയിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ അനങ്ങാതെ, ഇനി എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നാൽ എന്താ കുഴപ്പം? അവൻ സന്യാസിയല്ല, യോഗിയുമാകില്ല, ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ കർമ്മത്യാഗം കൊണ്ട് മാത്രം സിദ്ധി പ്രാപിക്കുക, അതായത് നൈഷ്കർമ്മ്യം സന്യാസ ലക്ഷണമാണ്. നൈഷ്കർമ്മ്യം സന്യാസ ലക്ഷണമാണ്. വാസനകളുടെ നാശത്താൽ സഹജാവസ്ഥയിൽ ഇരിക്കുന്ന നൈഷ്കർമ്മ്യമാണിത്. കേവലമായിരിക്കുന്ന നിഷ്ക്രിയത്വവും സ്വധർമാനുസാരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കലുമല്ല എന്നർത്ഥം. നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ഉദ്ദേശം എന്താ? കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാതിരിക്കുന്നത് നൈഷ്കർമ്മസിദ്ധിയെ പ്രാപിക്കാൻ എളുപ്പമാണ്. അതായത് പ്രയോഗമാർഗത്തിലുള്ള പ്രവർത്തനമൊക്കെ നിർത്തുക എന്നർത്ഥം. അതാണ് ഇവിടെ നൈഷ്കർമ്മസിദ്ധി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നൈഷ്കർമ്മസിദ്ധി കാമ്യകർമ്മങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് അവൻ സന്യാസി ഒട്ടാകില്ല. അത് സന്യാസത്തിന്റെ ലക്ഷണം മാത്രം. കാമ്യകർമ്മങ്ങൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നത്, സർവകർമ്മ ഫലത്യാഗം എന്ന് പറയുന്നത് സന്യാസത്തിന്റെ മാനദണ്ഡവും ലക്ഷണവുമാണ്. വാസനകളുടെ നാശം സഹജാവസ്ഥയാണ്. ആ വാസനകളുടെ നാശം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം നൈഷ്കർമ്മ്യം സാധ്യവുമല്ല. ഈ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ആഗ്രഹമില്ലാതെയാകണമെങ്കിൽ അത് ആഗ്രഹങ്ങൾ സാധിച്ച് അതിൽ നിവർത്തി വരുത്തിക്കും, അല്ലാതെ നൈഷ്കർമ്മ സിദ്ധി സാധ്യമല്ല. അപ്പൊ എന്തുകൊണ്ട്? കേവലമായ നിഷ്ക്രിയത്വം, സ്വധർമാനുസാരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കലല്ല. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാലും അവനവന്റെ പ്രൊഫഷൻ എന്താണോ അത് ചെയ്യണമെന്നാ പറയണം. നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്വധർമ്മത്തെ പോലും ചെയ്യുന്നത്. അപ്പൊ സ്വധർമ്മം ചെയ്യാതിരുന്നാലോ കർമ്മബന്ധനം തീരില്ല. ആ നൈഷ്കർമ്മം അർജുനൻ യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോയി ഭിക്ഷു ആകുന്നതല്ലേ നല്ലതെന്ന് സംശയിച്ചു. ആ ചിന്തയെ കൂടി സ്പർശിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. അതായത് ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്ന് വിമുഖതയുണ്ടാക്കിയിട്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സന്യാസത്തിന് പോകുന്നവരുണ്ടെന്നർത്ഥം. ഇപ്പൊ അർജുനൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല, യുദ്ധം ചെയ്യാതിരിക്കുന്നതിൽ നല്ലത് അല്ല ഭിക്ഷയെടുത്ത് പോകുകയല്ലേ എന്നൊരു സംശയം ഉന്നയിച്ചു. അതാണ് ഇവിടെ ഭഗവാൻ ക്ലാരിഫൈ ചെയ്യുന്നത്.
ആ ചിന്തയെ കൂടി സ്പർശിച്ചുകൊണ്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. ഇപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, മനുഷ്യനെന്നല്ല, ഈ പ്രപഞ്ചത്തിൽ ആര് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമായപ്പോൾ തൊട്ട് അതെല്ലാം ചലിക്കുന്നുണ്ട്. സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളായിക്കോട്ടെ, വൃക്ഷലതാദികളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ഈ ഭൂമി തന്നെ ആയിക്കോട്ടെ, ഇത് ജനിച്ചപ്പോൾ തൊട്ട് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചലനമൊക്കെ കർമ്മമാണെന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മം ഉപേക്ഷിച്ചിട്ട് എങ്ങനെ സിദ്ധി നേടാൻ സാധിക്കും? അതെന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് പറയാണ്. അതിനൊരു പൊതു നിയമം ഭഗവാൻ പറയാണ്. നഖി കച്ചിക്ഷണമഭി ജാതസൃഷ്ടത്തെ കർമ്മ കാര്യദേഖ്യ വശകർമ്മ സർവ പ്രകൃതി ജൈഗുണൈ. ഇത് കർമ്മയോഗത്തിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ്. കശ്ചിത് ജാതു ക്ഷണമഭി നഖി കശ്ചിത് ക്ഷണമഭി ജാതു തിഷ്ടത്യ കർമ്മകർ കാര്യദേഖ്യ വശകർമ്മ സർവ പ്രകൃതി ജൈഗുണൈ. കശ്ചിത് ജാതു ക്ഷണമഭി, ഒരുവനും ഒരിക്കലും ക്ഷണനേരം അകർമ്മകർ നാ തിഷ്ഠതീഹി, അതായത് ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല തന്നെ. ഹി പ്രകൃതി ജൈ ഗുണൈ, എന്തെന്നാൽ പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളാൽ സർവ അവശക, എല്ലാവരും അവശരായിട്ട് കർമ്മ കാര്യതയെ കർമ്മത്തെ ചെയ്യുന്നു. ഒരാളും ഒരിക്കലും ഒരു നിമിഷം പോലും ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നില്ല തന്നെ. എന്തെന്നാൽ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായ സത്വരജ തമോ ഗുണങ്ങളാൽ പ്രേരിതമായിട്ട് അസ്വാതന്ത്ര്യരായിട്ട് എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരീരം നിഷ്ക്രിയം ആയിരിക്കുമ്പോഴും മനസ്സും ബുദ്ധിയും കർമ്മ നിരതമായിരിക്കും. ത്രിഗുണങ്ങളുടെ സ്വാധീനം ഉള്ള കാലത്തോളം കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. അതായത് നമ്മൾ ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് സൂര്യനായിക്കോട്ടെ, എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടോ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് നഖി ഗച്ഛി ക്ഷണമവിജാതഷ്ടത്തെ കർമ്മ കാര്യദേഹി വശകർമ്മ സർവ പ്രഗതി ജൈ ഗുണൈ എന്ന് പറയുന്നത് കർമ്മയോഗത്തിന്റെ ബേസിക് തിയറിയാണ്. ജനിച്ചാൽ സൃഷ്ടി ആരംഭിച്ചപ്പോൾ തൊട്ട് മരണം വരെ നമ്മൾ വ്യക്തിപരമായിട്ട് കണക്കാക്കിയാൽ തന്നെ നമുക്ക് ശരീരം കിട്ടി ജനിച്ചപ്പോൾ മുതൽ ഈ ശരീരം ത്യജിക്കുന്നത് വരെ ശരീരം അനങ്ങാതിരിക്കില്ല, ചലിച്ചുകൊണ്ടിരിക്കും. ശ്വാസഗതിയായിട്ടും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് അനസ്യൂതം തുടരും. ഒരു നിമിഷം പോലും പ്രവൃത്തി നിർത്തിയാൽ നമ്മൾ നിശ്ചലായിപ്പോവും. ഈ പ്രകൃതി തന്നെ നിശ്ചലായിപ്പോവും. ഇത് പ്രകൃതിയുടെ ഗുണങ്ങളാണ്. സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവത്തിൽ അവസ്ഥാത്രയത്തിലാണ് ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മളിൽ ഒരു വാക്ക് തന്നെ ഉത്ഭവിച്ചാൽ അത് കുറച്ചു നേരം ഈ പ്രകൃതി നിൽക്കും, നിങ്ങളിലൊക്കെ എത്തും. അത് കഴിഞ്ഞാൽ ഈ ശബ്ദം, എൻ്റെ ശബ്ദം തന്നെ പ്രകൃതിയിലേക്ക് ലയിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർമ്മമാണ്. പറയാതിരുന്നു എന്നുകൊണ്ട് നൈഷ്കർമ്മസിദ്ധിയൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമുക്കുള്ള ഡ്യൂട്ടി എന്താണോ അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കർമ്മത്തിന്റെ പ്രോസസ്സാണ്. ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കർമ്മമാണ്. കിടന്നുറങ്ങുന്നതും കർമ്മമാണ്. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കർമ്മമാണ്. മനസ്സുകൊണ്ട് വിചാരിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രക്തചംക്രമണമായിട്ട് ശ്വാസനാളത്തിൻ്റെയും നമ്മൾ ഒരു ശ്വാസം തന്നെ എടുത്താൽ അത് ശ്വാസകോശത്തിൽ പോയി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് 5ആയിട്ട് തിരിഞ്ഞ് പ്രാണമയ കോശം, അന്നമയ കോശം, വിജ്ഞാനമയ കോശം, ഇവിടെയൊക്കെ ഈ പ്രാണന്റെ ശക്തി എത്തിക്കുന്നതും പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ എന്നീ 5 പ്രാണനായിട്ട് തിരിഞ്ഞ് അതാണ് ഈ കോശങ്ങളിലൊക്കെ പ്രാണന്റെ ശക്തി എത്തിക്കുന്നത്. അപ്പം അനുനിമിഷം അനസ്യൂതം
തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ അനങ്ങാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നല്ല, ഈ പ്രപഞ്ചം തന്നെ ചലിച്ചുകൊണ്ടിരിക്കുക. ഈ കൽപ്പാന്തകാലം കഴിയുന്നത് വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അത് ബേസിക് തിയറി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ 5 ശ്ലോകങ്ങൾ മതി ഇന്ന് കർമ്മയോഗത്തിൽ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാനുള്ള അവസരവും. ഇനി എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. കർമ്മയോഗം നമുക്ക് വേറെ തീർക്കണ്ട, ശരിക്കും മനസ്സിലാക്കി പോകാമെന്നർത്ഥം. കാരണം ഇത് ബേസിക് തിയറിയാണ്. നമ്മുടെ കർമ്മബന്ധനങ്ങളെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിലേ ശ്രേയസ് ഉണ്ടാകും, ഇല്ലെങ്കിൽ പ്രേയസേ ഉണ്ടാകും. നമ്മുടെ കർമ്മബന്ധനം ഉണ്ടാകും പ്രേയസം ഉണ്ടായാൽ. അപ്പം അതിൽ നിന്ന് മുക്തി നേടണം എന്ന് വിചാരിക്കുക. നട്ടല് നിവർത്തിയിരിക്കുക. ഇതുവരെ പറഞ്ഞ 5 ശ്ലോകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് റീകളക്ട് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. അർജുനുണ്ടായാലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റ് ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. ഇനി കണ്ണടച്ചുകൊണ്ട് ചിന്മുദ്രയിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ശ്വാസം, പ്രാണായാമത്തിന്റെ ഗതി ഒന്ന് മാറ്റാം. ഒരു എങ്ങനെയാ 5 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക. പക്ഷെ അത് ഫോഴ്സൽ ബ്രീത്തിങ് ആകാം. നമ്മളിതിനു മുമ്പ് രാവിലെ ഞാൻ പറഞ്ഞത് ഫോഴ്സ് കൂടാതെ എടുക്കുക. ഇനി ഫോഴ്സൽ ബ്രീത്തിങ് ചെയ്യുക. ഫോഴ്സൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയായിട്ട് ശ്വാസം വിടുക. അത് പിന്നെ തിരിച്ച് തന്നെ എടുത്തോളൂ. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം, മാക്സിമം എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഒരു 20 പ്രാവശ്യമെങ്കിലും ചെയ്യാം, 5 സ്റ്റെപ്പായിട്ട്. ഫോഴ്സൽ വൃത്തി എന്ന് പറഞ്ഞാൽ ശബ്ദം അവനവൻ തന്നെ കേൾക്കണം. ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക, അതേ ഫോഴ്സിൽ തിരിച്ചെടുക്കുക. അത് തന്നെ എടുത്തോളും. നമ്മൾ ഏത് ഫോഴ്സിലാണോ വിടുന്നത് അതേ ഫോഴ്സിൽ തിരിച്ചെടുക്കും. ഇങ്ങനെ ഒരു 20 പ്രാവശ്യം ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. കണ്ണടച്ച് തന്നെ ഇരിക്കുക, ചിന്മുദ്രയിലിരിക്കുക, ശ്വാസഗതിയിൽ മാത്രം ഈ മാറ്റം വരുത്തുക. ഇരുപത് പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ ആജ്ഞാചക്രത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക, മറ്റ് ചിന്തകളെല്ലാം വിട്ടിട്ട്. ഇനി കൈകൾ തൊഴുതു പിടിക്കാം. പഞ്ചപ്രണവം.
ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ടിട്ട തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കർപ്പണ്യദോഷോപഗത സ്വഭാവക വൃക്ഷാമിത്തം ധർമ്മസുമൂഢ ചെയ്ത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യഹം ശാതിമാം താം പ്രപന്നം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ 3 പ്രാവശ്യം കൊട്ടിത്തിരുമ്മുക. 3 പ്രാവശ്യം മുഖത്ത് കമഴ്ത്തി വയ്ക്കുക. പിന്നീട് നിറുകയും ശരീരവും തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം.